വാഷിംഗ്ടണിൽ ശാന്തസുന്ദരമായ ഒരു മനോഹര രാത്രി. വളരെ ദിനങ്ങളായി ഇരുളിൽ മാത്രമായിരുന്ന ആകാശം ഇന്ന് ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു പൊന്തിയ ചന്ദ്രികാ വീജികളായി പ്രകാശപൂരിതം. അതിന്റെ പ്രശോഭയും പ്രസരിപ്പും തുറന്നു കിടന്ന ജാലകത്തിനുള്ളിലൂടെ ഹോട്ടൽ എമറാൾഡിന്റെ 101 നമ്പർ മുറിയിലുമെത്തി. ഈ സമയം റൂമിനുള്ളിലെ ട്രയാങ്കിൾ ആകൃതിയിലുള്ള ഗ്ലാസ് ടേബിളിന് ചുറ്റും ലോകപ്രശസ്തരായ ആ 3 കുറ്റാന്വേഷണ വിദഗ്ധർ വാഷിംഗ്ടൺ മർഡർ കേസുകളെ സംബന്ധിച്ചുള്ള കടുത്ത ചർച്ചയിലായിരുന്നു. ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിപ്പുകാരനും ചെയർമാനുമായ കമൽനാഥ് ശ്മശാനത്തിലെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വന്നതിനെ പറ്റി ദൃക്സാക്ഷിയായ ഡിറ്റക്റ്റീവ് കിഷോർ കുമാർ സംഭവം അമ്പരപ്പോടെ വ്യക്തമാക്കിയപ്പോൾ ബോണ്ട് ചീഫ് ജൂനിയർ ബോണ്ടിനും മർലിനും ഒരേ സമയം വിസ്മയാധീരനായി. അവർ അവിശ്വസനീയതോടെ ക്യാപ്റ്റൻ കിഷോർ കുമാറിനെ ഇന്ന് അനക്കാതെ ഉറ്റുനോക്കി. യെസ്, ക്യാപ്റ്റൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാലും ഇംഗ്ലീഷ് ഫിലിമുകളിലെ പോലെയാണ് അർദ്ധരാത്രിയിൽ കല്ലറ തുറന്ന് പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞ ഇറ്റ് ഈസ് ഇംപോസിബിൾ. മർലിന് എത്ര നിയന്ത്രിച്ചിട്ടും അത്ഭുതമടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അപ്പോൾ ജെയിംസ് ലോവന്റെ മുഖത്ത് ആദ്യത്തെ അമ്പരപ്പ് മാറി നേർത്തൊരു ചിരി പടർന്നു. കൂൾ ഡൗൺ മെർലിൻ, എന്തായാലും മരിച്ചവർ ആരുമല്ലല്ലോ കല്ലറ തുറന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഭൂമിയിൽ ജീവിക്കുന്ന ജനസമ്മതനായ ഒരു വ്യക്തിയല്ലേ മെർലിൻ, സമാധാനപ്പെടൂ, അദ്ദേഹം നിസ്സാരതയോടെ ഉപദേശിച്ചു. അതാണ് സർ സമാധാനവും, മർലിൻ മന്ദഹസ്തോടെ ദീർഘനിശ്വാസം ചെയ്തു. ദെൻ ഫ്രണ്ട്സ്, ജൂനിയർ ബോണ്ട് പെട്ടെന്ന് ഗൗരവഭാവത്തിൽ ഇരുന്നെടുത്തു നിന്ന് പതുക്കെ എഴുന്നേറ്റു. അദ്ദേഹം ഇങ്ങനെയാണ്. മുഖഭാവങ്ങളിൽ മാറ്റം വരുത്തുവാനും അതിനനുസരിച്ച് സംഭാഷണ ചടുലതയും ശാരീരിക വേഗതയും കൈവരിക്കുവാൻ മാത്രം നേരം മതി. ഇന്ദ്രിയ നിയന്ത്രണത്തിലുള്ള മനസ്സിന്റെ ഉന്നതമായ മേൽക്കോയ്മയാണ് ഇതിൽ വെളിപ്പെടുന്നത്. എത്രയായാലും നമുക്കിപ്പോ ഒരു കാര്യം ഉറപ്പിക്കാം. ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിപ്പുകാരനും ആർമറി ഷോപ്പിന്റെ ഉടമയ്ക്കായ കമൽനാഥ് ഒരു സാധാരണക്കാരനല്ല. അയാൾ മറ്റെന്തൊക്കെയോ ആയിരിക്കാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ കമൽനാഥിന്റെ രഹസ്യ കല്ലറയ്ക്കുള്ളിൽ എന്താണെന്ന് കണ്ടെത്തണം. ജെയിംസ് ലോവൻ കേസിലേക്ക് ഗൗരവപൂർവമായി കണർന്നു. കിഷോറും മർലിനും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധയൂന്നി. അങ്ങനെയെങ്കിൽ അതിനുള്ളിൽ സ്മഗ്ലിംഗ് ഗുഡ്സ് ആവാം. ചിലപ്പോ അയാൾ ഒരു പക്ക സ്മഗ്ലർ ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ആർമറി ഷോപ്പിലെ കണക്കിൽപ്പെടാത്ത അധിക ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ അറിയായിരിക്കാം. രണ്ടിൽ ഏത് തന്നെയായാലും അത് തിരിച്ചറിയപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യൂ, അല്ലേ ക്യാപ്റ്റൻ? അദ്ദേഹം കിഷോർ കുമാറിനോട് തന്റെ അഭിപ്രായം ആരാഞ്ഞു. തീർച്ചയായും ബോസ്. അത് കഴിഞ്ഞാൽ കണ്ടെത്തേണ്ടത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, കമൽനാഥും ഇവിടെ വെച്ച് സൂയിസൈഡ് ചെയ്ത നേപ്പാളി ആമോസുമായി ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു എന്നുള്ളത്. അടുത്തത്, കമൽനാഥിന്റെ ആജ്ഞാനുവർത്തിയായിരുന്നു ആമോസ് എങ്കിൽ അയാൾ അവനെ എന്തിനാണ് ഡോക്ടർ ഡിസൂസിയുടെ ഭവനത്തിനെതിരെ രഹസ്യമായി താമസിപ്പിച്ചത്? മൂന്നാമത്, ആമോസിനെ ആയുധവുമായി ഇങ്ങോട്ട് വിട്ടത് ആരാണ്? വളരെ ശരിയാണ് ബോസ്. മർലിനും ബോസിന്റെ ആ നിഗമനത്തോട് യോജിച്ചു. ബോസ് സൂചിപ്പിച്ചതുപോലെ കമൽനാഥും ആമോസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞ ആമോസ് എന്തിന് ഡോക്ടർ ഡിസൂസയുടെ വീടിന് മുന്നിൽ തന്നെ കൃത്യമായി താമസിച്ചു എന്നറിയാനാകും, അവൾ പറയുകയും ചെയ്തു. കൃത്യമായി അവിടെ താമസിച്ചതാകണമെന്നുണ്ടോ മെർലിൻ? അല്ലാതെയും സംഭവിച്ചുകൂടെ? ക്യാപ്റ്റൻ സംശയം വ്യക്തമാക്കി. സംഭവിക്കാം ക്യാപ്റ്റൻ, എങ്കിലും അങ്ങനെ സംശയിച്ചുകൂടെ നമുക്ക്? മെർലിൻ ചിരിയോടെ മറുചോദ്യം മുതിർത്തു. മറുപടിയായി ക്യാപ്റ്റനും ആ ചിരിയിൽ പങ്കുചേർന്നു. എന്നിട്ട് ജെയിംസ് ലോവനെ ശ്രദ്ധിച്ച് തുടർന്നു. ബോസ്, വാഷിംഗ്ടണിലെ ഭീകര ദിനങ്ങൾ ആരംഭിച്ചത് റോസ്വി ആർക്കേഡിന് മുന്നിൽ ഭീകര മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം മരിച്ച 6 പേരുടെ മരണത്തോടെയാണ്. ഈ 6 പേരും ഇന്ത്യയിൽ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണെന്നും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇക്കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോയ പ്രധാനമായ ഒരു സംഗതിയുണ്ട്. ക്യാപ്റ്റൻ ഒന്ന് നിർത്തിയിട്ട് ബോസിനെയും മർലിനെയും ഒന്ന് ഓടിച്ചു നോക്കി. വൈ ക്യാപ്റ്റൻ, എന്താണത്? ജെയിംസ് ലോവൻ ഉദ്യോഗഭരിതനായി. ഇവർക്കൊപ്പം അതേ ദിവസം, അന്ന് അതായത് 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം കൂടി ഇന്ത്യയിൽ നിന്ന് ഈ അമേരിക്കയിൽ വിമാനം ഇറങ്ങി. ഇന്നലെയാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താനായത്. ബോണ്ട് ചീഫിന്റെ വിടർന്ന നെറ്റിത്തടത്തിൽ 4-5 ചുളിവുകൾ മാത്രം കൊണ്ട് പ്രത്യക്ഷമായി. ഡിറ്റക്റ്റീവ് മർലിനും ആകാംക്ഷയോടെ, അതിലേറെ സങ്കീർണ ചിന്തകളുടെ മാനസിക സമ്മർദ്ദത്താൽ ഞെരിവിരി കൊള്ളുന്ന മനസ്സോടെ ക്യാപ്റ്റനെ ശ്രദ്ധിച്ചു.
ഡോക്ടർ ഡിസൂസ, അദ്ദേഹത്തിന്റെ പത്നി മേബിൾ ഡിസൂസ, മകൾ സാനിയ. ക്യാപ്റ്റൻ ആ സത്യം വെളിപ്പെടുത്തി. ഡോക്ടറുടെ കുടുംബവും 6 പേരടങ്ങിയ മരിച്ചവരുടെ ഫാമിലിയും തമ്മിലുള്ള ബന്ധം, അവരെന്റെ ഒരേ ദിവസം ഒന്നിച്ച് ഇവിടേക്ക് പോരാനുള്ള കാരണം? ജെയിംസ് ലോവൻ അത്യന്തം ചിന്താവിവശനും ഉത്സാഹിയുമായി. നാട്ടിൽ ഡോക്ടറുടെ ഏറ്റവും അടുത്ത നെയ്ബറാണ് ബോസ് ഈ 6 പേരടങ്ങിയ ഫാമിലി. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടില്ല. ചിലപ്പോ 2 നാൾക്കകം നാട്ടിലുള്ള ഒരു സുഹൃത്ത് വഴി അതും കൂടി ചികഞ്ഞ് കണ്ടുപിടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജൂനിയർ ബോണ്ട് ഒന്ന് അമർത്തി മൂളി. പിന്നെ ശക്തമായ എന്തോ കടുത്ത ആലോചനയോടെ ജാലകത്തിനരികിലേക്ക് നീങ്ങി. ക്യാപ്റ്റൻ, നമുക്ക് വേണമെങ്കിൽ കമൽനാഥിനെ കൊടുക്കിയാൽ കുറെ കാര്യങ്ങൾ ലഭിക്കാതിരിക്കുമോ? ആ വഴിയൊന്നു പോയാൽ? മർലിൻ ക്യാപ്റ്റന് മാത്രം കേൾക്കാൻ പാകത്തിൽ തിരക്കി. മർലിൻ, ഈ കേസിൽ വ്യക്തമായ എന്തെങ്കിലും ഒരു ധാരണ പോലും ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് പ്രാഥമികമായി അറ്റാക്ക് വന്ന മരിച്ചവരുടെ മരണത്തിലുള്ള ശരിയായ കാരണവും അതിലെ രഹസ്യ സത്യങ്ങളും കണ്ടുപിടിക്കണം. എന്നാലേ യഥാവിധം മുന്നോട്ട് പോകാനാവൂ എന്ന് ബോസ് ഇന്നലെ പലതവണ നമ്മെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞതാണ്. ആദ്യത്തെ 6 മരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് ഓരോ സംഭവങ്ങളും ക്രമാനുഗതത്തിൽ നടന്നിരിക്കുന്നത്. എല്ലാ സംഭവങ്ങളും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നുള്ളത് തികച്ചും സത്യം തന്നെയാണ്, ക്യാപ്റ്റൻ പ്രതിവചിച്ചു. ചുരുക്കത്തിൽ ആദ്യം കണ്ടെത്തേണ്ടത് ഡേഞ്ചർ ഡെന്നി എന്ന ആ ഭീകരനെയാണോ? മർലിൻ ചോദിച്ചു. യെസ് മർലിൻ, ക്യാപ്റ്റൻ ശിരസിളക്കി. ഈ ഭീകരനെ വ്യക്തമായി അറിയാവുന്ന ഒരാളുണ്ട്. പിന്നെ നമ്മൾ എന്തിന് ചിന്താകുലരാവണം? അയാളോട് നേരിട്ട് ചോദിച്ചാ പോരെ? തിരക്കിയത് ബുദ്ധിയിലും യുക്തിയിലും സമർത്ഥനായ കുറ്റാന്വേഷകൻ ജെയിംസ് ലോവൻ. ബോസ് പറയുന്നാൽ? മർലിൻ പാതയിൽ നിർത്തി ആകാംക്ഷാഭരിതയായി. മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസ, അദ്ദേഹം ശക്തമായ സ്വരത്തിൽ പറഞ്ഞു. ക്യാപ്റ്റനും മർലിനും ബോസിനെ കണ്ണിമിക്കാതെ നോക്കിയിരുന്നു. കാരണം വാഷിംഗ്ടൺ കേസുകളിൽ ഏറ്റവും അധികം നഷ്ടങ്ങൾ സംഭവിച്ചത് ഡോക്ടർ ഡിസൂസയ്ക്കാണ്. മകളുടെ തിരോധാനം, ഭാര്യയുടെ മരണം, സഹപ്രവർത്തകരുടെ മരണം, ഇപ്പോ മരണാസന്നനും. ഇതിലൊക്കെ വ്യക്തമാകുന്ന ചിത്രം ഒന്നു മാത്രമാണ്. ഡോക്ടർ ഡിസൂസയ്ക്ക് വാഷിംഗ്ടണിൽ ഒരു ഭീകരനായ ശത്രുവുണ്ട്. ഒരുപക്ഷെ അയാളായിരിക്കാം ഈ ഡേഞ്ചർ ഡെന്നി. എങ്കിൽ ആരാണ് ഡേഞ്ചർ ഡെന്നി എന്ന നരാധമൻ? എന്താണ് ഡിസൂസയുടെ ഫാമിലിയുമായുള്ള കുടിപ്പയക്ക് കാരണം? ഈ 2 ചോദ്യങ്ങളിൽ സകലത്തിന്റെയും ഉത്തരം കാണും ഫ്രണ്ട്സ്, ജെയിംസ് ലോവൻ ഉറച്ച സ്വരത്തിൽ വ്യക്തമാക്കി. ഡിറ്റക്റ്റീവ് മർലിനും കിഷോർ കുമാറും അചഞ്ചല ചിത്തത്തിനുടമയും ബുദ്ധിമാനുമായ തങ്ങളുടെ മേധാവിയുടെ കണ്ണുകളിലേക്ക് ആദരപൂർവ്വം നോക്കി. ബോസ് ബുദ്ധിപരമായി ആലോചിച്ചിരിക്കുന്നു. ഓടുന്നനവേ ക്യാപ്റ്റൻ കിഷോർ കുമാറിന്റെ സെൽഫോൺ ശബ്ദിച്ചു. ക്യാപ്റ്റൻ ഫോണുമായി റൂമിനപ്പുറത്തെ ചെറിയ ഹാളിലേക്ക് കടന്നു. 2 മിനിറ്റിനകം ക്യാപ്റ്റൻ തിരികെ വന്നപ്പോൾ ആ മുഖം വളരെ പ്രസന്നഭരിതമായിരുന്നു. ബോസ്, ഡോക്ടർ ഡിസൂസയ്ക്ക് ബോധം വീണു. 12 മണിക്കൂറിനുള്ളിൽ ഡോക്ടർ പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരും, ക്യാപ്റ്റൻ അറിയിച്ചു. 12 മണിക്കൂർ? ജെയിംസ് ലോവൻ അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അസഹനീയമായ ചൂട് പരന്ന ഒരു മധ്യാഹ്നം. വല്ലാത്തൊരു ജ്വലന തീവ്രതയോടെ അപ്പലേച്ചിയൻ പർവ്വത നിരകൾക്ക് മേലെ കത്തിക്കാളുകയാണ് സൂര്യൻ. താഴെ ഡേഞ്ചർ ഡെന്നി എന്ന നിഗൂഢ ഭീകരന്റെ രഹസ്യ സങ്കേതമായ ഡേഞ്ചർ ഡേവിൾസ് പാർക്കിന് മുകളിലും അതിന്റെ ചെങ്കനലുകൾ കത്തി വീണു. താഴ്വരകളുടെ ചില ഭാഗങ്ങളിൽ കട്ട പിടിച്ചു കിടന്ന വലിയ മഞ്ഞുപാളികൾ ഉരുകി ഒലിച്ച് പലയിടത്തും ചെറിയ ചെറിയ നദികൾ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇതേ നേരത്ത് ഡേഞ്ചർ ഡേവിൾസ് പാർക്കിനുള്ളിലെ ഏറ്റവും അതിവിശാലമായ കോൺഫറൻസ് ഹാളിൽ ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരനും അനുയായികളും അന്ന് വൈകുന്നേരം അമേരിക്കയിൽ നടത്തേണ്ട മാസ്റ്റർ ഓപ്പറേഷൻ നമ്പർ 1 എന്ന അത്യന്തം അപകടം നിറഞ്ഞതും വിനാശകരവുമായ ആക്രമണത്തിനുള്ള അവസാനവട്ട ചർച്ചയിലായിരുന്നു. പോരാട്ടത്തിന് സഞ്ചരിക്കേണ്ട പാതകളെക്കുറിച്ചും നടത്തേണ്ട ആക്രമണ രീതികളെ പറ്റിയും തന്റെ ചാവാർ പടയാളികളായ കമാൻഡോകളോട് വളരെ വിശദമായി സംസാരിച്ചത് ഹാളിലെ ചുവന്ന് പട്ടുവിരിച്ച പീഠത്തിലിരിക്കുന്ന ഡേഞ്ചർ ഡെന്നി എന്ന ദീർഘകായൻ. ഓരോന്ന് പറയുമ്പോഴും ആ ഭീകരന്റെ മുഖത്തെ പൈശാചികതയും ക്രൗര്യതയും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കഷണ്ടി തല ഉൾപ്പകയാൽ പലതവണ വിയർത്തു കുളിച്ചു. തിരുനെറ്റിയിലെ വെട്ടിപ്പിളപ്പിലൂടെ നിയന്ത്രണാതീതമായ അന്ധപ്രക്ഷുബ്ധതയാൽ രക്തത്തുള്ളികളുടെ നിറത്തിലാണ് വിയർപ്പ് തുള്ളികൾ താഴോട്ടൊഴുകിയത്. ആ പകയും ആവേശവും നിർഭയത്വവും സദസ്സിലായ മുഴുവൻ ആയുധധാരികളിലേക്കും
100 മടങ്ങ് ഉത്തേജനമായി പടർന്നു കയറി. അവർ ഡേഞ്ചർ ഡെന്നി നൽകുന്ന കോടിക്കണക്കിന് ഡോളറുകൾക്ക് വേണ്ടി അടർക്കളത്തിറങ്ങി ഒരു രാഷ്ട്രം തന്നെ വേണമെങ്കിൽ നിമിഷാർദ്ധത്തിൽ തകർത്ത് തരിപ്പണമാക്കാൻ തയ്യാർ. പൈശാചികതയുടെയും പകയുടെയും പ്രതിരൂപമായ ഡേഞ്ചർ ഡെന്നി എന്ന അതികായനിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ആജ്ഞകൾ കിട്ടുകയേ വേണ്ടൂ. ഒക്കെയും പ്രാപ്യമാക്കുവാൻ സർവ്വവിധ സന്നദ്ധരാണിവർ. അതിനുള്ള ആത്മബലവും സൈന്യബലവും ആയുധബലവും ഒക്കെയായി യുദ്ധത്തിനുള്ള ഞാണലിൽ മുഴങ്ങുന്നത് ശ്രവിച്ച് കാത്തു നിൽക്കുകയാണിവർ. ഡേഞ്ചർ ഡെന്നി നൽകുന്ന കെട്ടുകണക്കിന് ഡോളറുകൾക്കായിട്ട് അവർ എന്തും ചെയ്യുമെന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അതിലുപരി തങ്ങളുടെ ബോസിനോട് വിശ്വാസതയും കൂറുമുള്ളവർ. ഹാളിലെ പടുകൂറ്റം ഘടികാരത്തിൽ 3 വട്ടം മണി മുഴങ്ങി. അതിന് മരണമണിയുടെ ഉത്കണ്ഠയേറിയ ശബ്ദം. ഡിയർ സൺസ്, ഡേഞ്ചർ ഡെന്നി ഇങ്ങനെയാണ് അവരെ ഉപക്രമ സംഭാഷണത്തിനിടെ അഭിസംബോധന ചെയ്തത്. നമുക്ക് യുദ്ധം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ യുദ്ധ നീക്കങ്ങളെ 3 ഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഓരോ ചുവടുവയ്പും വളരെ ജാഗ്രതാപൂർണവും ശ്രദ്ധാപൂർവവുമായിരിക്കണം. മനസ്സൊന്ന് പതറിയാൽ, കണ്ണൊന്ന് ചിമ്മിപ്പോയാൽ എല്ലാം അവസാനിക്കും. കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് ഞാൻ ശത്രു സംഹാരത്തിനായി കരുതി വെച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പാഴാകും. അത് സംഭവിക്കരുത്. വാഷിംഗ്ടൺ തെരുവുകളിൽ രക്തമഴ പെയ്യിക്കാൻ കാത്തിരിക്കുന്ന കറുത്ത പിശാചിന്റെ അത്യുത്കടമായ അഭിവാഞ്ച ശത്രുവിന്റെ നിഗ്രഹം മാത്രമല്ല ലക്ഷ്യം. ശത്രുവിനെ അനീതിക്കും അക്രമത്തിനും പ്രോത്സാഹിപ്പിച്ച അമേരിക്ക എന്ന വികസിത രാഷ്ട്രത്തിന്റെ തന്നെയുള്ള അതിഭയങ്കരവും ലജ്ജാവഹവുമായ പതനം. അതാണ് ഡേഞ്ചർ ഡെന്നിയുടെ ജീവിത പ്രത്യാശ, ജീവിതവ്രതം, ലക്ഷ്യം. ഡേഞ്ചർ ഡെന്നി സ്വയം ആത്മനിയന്ത്രണത്തിന് വിധേയനായി. കമാൻഡോകൾ തോളിൽ സ്റ്റൺ ഗണ്ണുകളുമായി ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഡേഞ്ചർ ഡെന്നി പറഞ്ഞു വന്നത് തികച്ചും ഗൗരവഭാവത്തോടെ തന്നെ തുടർന്നു. ഓപ്പറേഷൻ നമ്പർ 1. ഡേഞ്ചർ ഡെന്നി അറ്റം കൂർത്ത ചൂണ്ടുവിരൽ ശൂന്യതയിൽ ഉയർത്തിക്കൊണ്ട് മെല്ലെ വിവരിച്ചു. ഇന്ന് അമേരിക്കൻ സമയം 6:30 മാസ്താ ഹോസ്പിറ്റൽ നമ്മുടെ കമാൻഡോകൾ തകർത്ത് തരിപ്പണമാക്കണം. അതിനുള്ളിൽ നിന്ന് ജീവനോടൊരു മനുഷ്യക്കുഞ്ഞു പോലും പുറത്തു പോകരുത്. ലോക ചരിത്രത്തിൽ തന്നെ ഈ സംഭവം ഡേഞ്ചർ ഡെന്നിയുടെ കൊടും പാതകം എന്ന പേരിൽ ഒരു കറുത്ത ദിനമായി കുറിക്കപ്പെടണം. അതിനു മുമ്പ് ഹോസ്പിറ്റലിലെ IC യൂണിറ്റിലുള്ള ഡോക്ടർ ഡിസൂസയെ എനിക്ക് ജീവനോടെ കിട്ടണം. അവനെ പുറത്തിറക്കിയ ശേഷമേ മസ്ത ഹോസ്പിറ്റലിന്റെ നാനാവശങ്ങളിൽ നിന്ന് നമ്മൾ കരുതിയിട്ടുള്ള ചെറു ബോംബുകൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി പൊട്ടാവൂ. രാത്രി 6:45 എല്ലാം ഭംഗിയായി കലാശിച്ചിരിക്കണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് സൺസ്. ഡേഞ്ചർ ഡെന്നി കത്തിക്കാളുന്ന അഗ്നി പോലുള്ള മൂർച്ചയേറിയ തന്റെ നിർദ്ദേശത്തിന് വിരാമമിട്ടു. ബോസ്, പെട്ടെന്ന് മുൻനിരയിലുണ്ടായിരുന്ന യന്ത്രത്തോക്കുധാരിയായ ഒരു കമാൻഡോ തെല്ലുച്ചത്തിൽ വിളിച്ചു. യെസ്. ഡേഞ്ചർ ഡെന്നി കമാൻഡോയ്ക്ക് നേരെ പതുക്കെ തിരിഞ്ഞു. ഇതുവരെ പോലീസും പട്ടാളവും ജനങ്ങളുമായിരുന്നു നമുക്ക് എതിരാളികൾ. പക്ഷെ ഇപ്പോ മറ്റൊരു ശക്തം കൂടിയുണ്ട്. ഐ നോ മിസ്റ്റർ കമാൻഡോ. താങ്കൾ പറഞ്ഞു വരുന്നത് ലോകോത്തര കുറ്റാന്വേഷണ വിദഗ്ധൻ ജെയിംസ് ബോണ്ടിനെ പോലും വെല്ലുന്ന ബുദ്ധിശക്തിയും അന്വേഷണ പാഠവും, എന്തിന് പ്രത്യാക്രമണത്തിന് സ്വന്തമായ രഹസ്യ സൈന്യം പോലുമുള്ള ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി തലവൻ ജെയിംസ് ലോവൻ ഇന്ദ്രപ്രസ്ഥത്തെ കുറിച്ചല്ലേ? ഡേഞ്ചർ ഡെന്നി ഒരു പരിഹാസ ചിരിയോടെ കമാൻഡോയെ നോക്കി. യെസ് ബോസ്, അയാൾ വളരെ ബ്രില്യന്റ് ആയ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്. മുമ്പ് ഇതേപോലെ വമ്പിച്ച സൈനിക ബലവും ആയുധബലവും ഉണ്ടായിരുന്ന മിറാക്കിൾ ഫാൻഡ് എന്ന ഗ്രൂപ്പിനെ പസഫിക് സമുദ്രത്തിനടിയിൽ നിന്ന് വരെ തുരത്തി ഓടിച്ച ആളാണ്. കമാൻഡോ തന്റെ അറിവ് വിശദീകരിച്ചു. മിസ്റ്റർ കമാൻഡോ. പെട്ടെന്ന് ഡേഞ്ചർ ഡെന്നി കോപാകുലനായി മാറി. ആ ഭീകരൻ ഇരുന്നിടത്തു നിന്നും കോപാക്രാന്തനായി ചാടി എണീറ്റു. യുദ്ധത്തിന് പുറപ്പെടുമ്പോ പ്രതിയോഗിയെ കുറിച്ചുള്ള കരുതലുകൾ കൊള്ളാം. പക്ഷെ മനസ്സിന്റെ ഏകാഗ്രത നശിപ്പിക്കുന്ന ആകുല ചിന്തകൾ പാടില്ലെന്നറിയില്ലേ താങ്കൾക്ക്? ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി അതിജീവിച്ച താങ്കളെ പോലെ കഴിവുള്ള ഒരു കമാൻഡോയ്ക്ക് ഇത്തരം ഒരു ഘട്ടത്തിൽ യോജിക്കുന്നതല്ല ഇപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ആശങ്കകളുടെ മുറവിളി. സോറി ബോസ്, ഐ എം വെരി സോറി. കമാൻഡോ പെട്ടെന്ന് തന്നെ ശിരസ് നമിച്ച് ഡേഞ്ചർ ഡെന്നിക്ക് മുന്നിൽ ശമ്പാമട നടത്തി. അയാൾക്ക് തന്റെ തെറ്റുബോധ്യമായി കഴിഞ്ഞിരുന്നു. സാരമില്ല മിസ്റ്റർ കമാൻഡോ. ഇന്നത്തെ ഓപ്പറേഷൻ നമ്പർ 1 വിജയശ്രീ ലാളിതനായി താങ്കൾ അടക്കമുള്ള കമാൻഡോകളും സൈനികരും അർദ്ധരാത്രിക്ക് മുമ്പ് നമ്മുടെ ഈ താവളത്തിൽ മടങ്ങിയെത്തുമെന്നതിൽ
എനിക്ക് ഒരിറ്റ സന്ദേഹം പോലും ബാക്കിയില്ല. ഡേഞ്ചർ ഡെന്നി ശാന്തരൂപനായി മൊഴിഞ്ഞു. പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല. അടുത്ത നിമിഷം പരിപൂർണ മൗനത്തിന്റെയായി. ഡേഞ്ചർ ഡെന്നിയും 50ഓളം കമാൻഡോകളും അവരുടെ സൈനിക വ്യൂഹവും ഒരു മാത്ര ശിരസ് കുണിച്ച പ്രാർത്ഥനാ നിരതരായി. ഡിയർ കമാൻഡോസ്, അത് അവസാനിച്ചതും ഡേഞ്ചർ ഡെന്നി ഹാൾ നടുങ്ങുമാറ് ഉച്ചത്തിൽ ഉഗ്രശബ്ദത്തിൽ അലറി വിളിച്ചു. യെസ്! സകലരും ഒരേ സ്വരത്തിൽ ഉറക്കെ ശബ്ദിച്ചു. ഗണ്ണുകൾ ഏന്തി മുഴുവൻ പേരും അറ്റൻഷനായി. ഇതേ സമയം എല്ലാവരെയും പോലെ തന്നെ പട്ടാള വേഷം ധരിച്ച ഒരു ലേഡി കമാൻഡോ പുറത്തുനിന്ന് ഡേഞ്ചർ ഡെന്നിയുടെ ഇരിപ്പിടത്തിനരികിലെത്തി. ഡെന്നിയെ ശിരസ് കൊണ്ടൊന്ന് നമിച്ചു. എന്നിട്ട് അറിയിച്ചു, ഡിയർ കമാൻഡോസ്, നിങ്ങൾക്ക് വാഷിംഗ്ടണിലേക്ക് പുറപ്പെടാനുള്ള 10 ഹെലികോപ്റ്ററുകൾ, വേണ്ട അധിക ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എല്ലാം പുറത്ത് മൈതാനത്ത് തയ്യാറായി കഴിഞ്ഞു. ഷാർപ്പ് ടൈം 3:30 നമ്മൾ പുറപ്പെടുന്നു. 2 തവണ അവർ ഈ വാക്കുകൾ ആവർത്തിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന് പിന്നിലെ മൈതാനത്ത് നിന്നും ഡേഞ്ചർ ഡെന്നിയുടെ ചാവേർപ്പടയും വഹിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകൾ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. മസ്ത ഹോസ്പിറ്റലിലെ 10,000ങ്ങളുടെ മരണദൂതമായി പൊന്തിയുയർന്ന ഹെലികോപ്റ്ററുകളുടെ കൂറ്റൻ ചിറകിടിവെച്ച ആകാശവിധാനത്തിന് വല്ലാത്ത പ്രകമ്പനമായി. മൈതാനത്ത് നിന്ന് അവസാന ഹെലികോപ്റ്ററും പറന്നുയരവേ ഹാളിലുണ്ടായിരുന്ന ഡേഞ്ചർ ഡെന്നി വളരെ പൈശാചികതയോടെ ഒന്നുറക്കെ പൊട്ടിച്ചിരിച്ചു. സകലതും നശിപ്പിക്കാൻ പോകുന്നവന്റെ ഉന്മാദച്ചിരി. പിന്നെ ആ മുഖത്തിന്റെ രൂപഭാവങ്ങൾ പതുക്കെ പതുക്കെ മാറിത്തുടങ്ങി. ഡേഞ്ചർ ഡെന്നിയുടെ പുരികക്കൊടികൾ പ്രതികാരവാഞ്ചയാൽ തേരട്ടെ പോലെ ഉയർന്നു ചലിച്ചു. തടിച്ചു മലർന്ന രക്തമയമായ ചുണ്ടുകൾക്കിടയിലൂടെ കൂർത്ത പല്ലുകൾ അട്ടഹാസത്തിൽ കൂടുതൽ പുറത്തേക്ക് തള്ളി വന്നു. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന് മുകളിൽ അകന്നു പോകുന്ന ഹെലികോപ്റ്ററുകളുടെ ഭയങ്കരമായ കൂട്ടഗർജനം. താഴെ ഡേഞ്ചർ ഡെന്നിയുടെ പ്രപഞ്ചം നടക്കുന്ന അട്ടഹാസം. ഇക്കാഴ്ചകളൊക്കെ ഡേഞ്ചർ ഡെവിൾസ് പാർക്കിലെ ഒരു രഹസ്യ മുറിയിലിരുന്ന് പ്രത്യേകം ഘടിപ്പിച്ചിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് TV സ്ക്രീനിൽ കാവൽക്കാരി നമിതയുടെ രഹസ്യ സഹായത്തോടെ കണ്ടപ്പോൾ നടുങ്ങി വിറച്ചു അവൾ. ജേർണലിസ്റ്റ് നീരജ തമ്പി. അമ്പരപ്പിന്റെയും അത്യഗാധമായ നടുക്കത്തിന്റെയും നിമിഷങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് മാനസിക വിമുക്തയായി ജേർണലിസ്റ്റ് നീരജ തമ്പി. അവളുടെ മനസ്സും ശരീരവും വളരെ വേഗത്തിൽ ജാഗരൂകമായി. നീരജ യന്ത്രത്തൂക്കുമേന്തി തനിക്ക് മുമ്പിലെ ഇരുമ്പ് സ്റ്റൂളിൽ വല്ലാത്തൊരു മരവിച്ച മനസ്സിനുടമയെ പോലെ ഇരിക്കുന്ന നമിതയ്ക്ക് നേർക്ക് ഓടിച്ചെന്നു. നമിത, കണ്ടില്ലേ അവർ പോയത്? ഇന്ന് ആ ഹോസ്പിറ്റലും അതിലെ നിരപരാധികളും കത്തിച്ചാമ്പലാകും. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചുകൂടെ നമിത? നീരജ അതികഠിനമായ ആപത്ശങ്കയോടെ അവളോട് അന്വേഷിച്ചു. നോ, നെവർ! ചോദ്യം തീരും മുമ്പ് നമിതയുടെ കാർക്കശ്യ സ്വരത്തിലുള്ള മറുപടിയും വന്നു. ഞങ്ങളുടെ രഹസ്യ നീക്കങ്ങൾ ഈ TV-യിലൂടെ കാണുന്നതിനായി മാഡത്തെ രഹസ്യമായി ഇവിടെ എത്തിച്ചത് തന്നെ ഞാൻ ചെയ്ത കടുത്ത അപരാധം. ബോസിനോടുള്ള തികച്ച നിന്ദാവഹമായ ആത്മവഞ്ചന. അതിനപ്പുറത്തേക്കൊരു ഞാണിമേൽ കളിക്ക്, വിശ്വാസവഞ്ചനയ്ക്ക് ഞാനില്ല മാഡം. മാഡം നിങ്ങളുടെ റൂമിലേക്ക് വരണം. കമോൺ പ്ലീസ്. നമിതയുടെ ഉള്ളിൽ സത്യസന്ധയായ ഒരു കാവൽ പടയാളി പിടഞ്ഞുണർന്നു. അവൾ കർത്തവ്യനിരതയാകാൻ ശ്രമിച്ചു. നമിത പ്ലീസ്, ഡോക്ടർ ഡിസൂസയും നിങ്ങളുടെ ബോസും തമ്മിൽ ശത്രുതയാവാം. പക്ഷെ ഹോസ്പിറ്റലിലെ നിരപരാധികളായ 10,000-കണക്കിന് രോഗികൾ എന്ത് പിഴച്ചു? അവരെ ഏതു വിധത്തിലെങ്കിലും രക്ഷപ്പെടുത്തിക്കൂടെ? നീരജ അങ്ങേയറ്റം അമർഷത്തോടെ നമിതയോട് ചോദിച്ചു. മാഡം, അത്രയുമായപ്പോഴേക്കും നമിതയുടെ മുഖഭാവവും സ്വരവും ഒരേപോലെ പരുക്കനായി. ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് കാണിച്ച സൗഹൃദം എന്റെ കഴിവുകേടായും സ്വാതന്ത്ര്യം കൂടുതലായും നിങ്ങൾ കാണരുത്. ഒരു നാൾ ഞാൻ എന്റെ കഥനകഥ നിങ്ങളുടെ അടുത്ത് അല്പമൊക്കെ സെന്റിമെന്റലായി വിസ്തരിച്ചു എന്ന് കരുതി നമിതയെ തീരെ നിസ്സാരയായി കാണണ്ട. എന്റെ ബോസ് ഈ തോക്കുകൊണ്ട് നിങ്ങളെ അങ്ങ് നശിപ്പിച്ചേക്കൂ എന്ന് എപ്പോഴെങ്കിലും ആജ്ഞാപിച്ച അടുത്ത സെക്കൻഡിൽ ഞാൻ നിങ്ങളുടെ നെഞ്ചിൽ വെടിയുണ്ടകൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി തുളച്ചു കയറ്റും മാഡം. അതിൽ ഒരൊട്ടും സംശയം വേണ്ട നീരജ തമ്പിക്ക്. നമിത ക്രൗര്യം കൂടിയ പെൺപുലിയായി താക്കീതിന്റെ സ്വരത്തിൽ രോഷത്തോടെ ഉച്ചത്തിൽ മുരണ്ടു. നീരജ തമ്പിക്ക് ഞൊടിയിടയിലുള്ള അവളുടെ ഭാവവ്യത്യാസം കണ്ട് അമ്പരപ്പുണ്ടായി. ഒപ്പം ഉള്ളിന്റെ ഉള്ളിൽ സ്വജീവനെ ഓർത്തുള്ള ഭയാശങ്കയും. നീരജ ആത്മസംയമനം പാലിച്ചു. അവൾ പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിലെ ആരുടെ അടുത്തും തന്റെ മൃദു സമീപനത്തിലൂടെ ശാഠ്യത്തിലൂടെ എല്ലാം അറിയാനുള്ള രഹസ്യ നീക്കം ചെലവാകില്ലെന്ന് നീരജയ്ക്ക് ഉത്തമ ബോധ്യമായി. അതുകൊണ്ട് സർവ്വവിധ ചിന്താ തീവ്രമായ ബോധചേതനയിൽ
ഇത്തരത്തിലൊരു സങ്കീർണകരമായ കണക്കുകൂട്ടൽ ഉടലെടുത്തതോടെ അവൾ അനുസരണശീലയായി നടിച്ചു. പക്ഷേ നമിതയുടെ തോക്കിൻ മുമ്പിൽ തന്നെ തടവിലാക്കിയിരിക്കുന്ന റൂമിലേക്ക് പതുക്കെ നടക്കവേ നീരജ തമ്പിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏക ചിന്ത ബാക്കിയായി. ഡേഞ്ചർ ഡെന്നിയുടെ അതിഭീകരന്മാരായ കമാൻഡോകളിൽ നിന്ന് എങ്ങനെ മസ്ത ഹോസ്പിറ്റലിനെ രക്ഷിക്കാമെന്ന ഗഹനമായതും ഗൗരവമേറിയതുമായ മനുഷ്യ സഹജമായ ഉത്കണ്ഠ. എന്നാൽ പൊടുന്നനമേ ഉപബോധ മനസ്സിനുള്ളിൽ മറ്റൊരു ധീരനായ രക്ഷകന്റെ മുഖം തെളിഞ്ഞു. താൻ ഒരുപാട് ആരാധിക്കുന്ന, ജീവിതത്തിൽ ഒരു ഇംഗ്ലീഷ് മാഗസിനിലെ ഫോട്ടോയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ലോക പ്രശസ്ത കുറ്റാന്വേഷണ വിദഗ്ധൻ ജൂനിയർ ബോണ്ട് എന്ന അപരനാമത്തിനുടമയായ ജെയിംസ് ലോവന്റെ പൗരുഷം സ്ഫുരിക്കുന്ന വദനം. കോൺഫറൻസ് കാളിൽ ഡേഞ്ചർ ഡെന്നിയും കമാൻഡോയും പറഞ്ഞതിൽ പ്രകാരമാണെങ്കിൽ ജെയിംസ് ലോവൻ വാഷിംഗ്ടൺ കേസുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോ അങ്ങനെയെങ്കിൽ ഡോക്ടർ ഡിസൂസയുടെ മസ്ത ഹോസ്പിറ്റലിനുമേൽ ജെയിംസ് ലോവന്റെ ശ്രദ്ധാപൂർവമായ കരുതലും കണക്കുകൂട്ടലും ഉണ്ടാവും. രാപ്പകൽ വ്യത്യാസമില്ലാത്ത ജാഗ്രതയും ഉണ്ടാവും. അതെ, അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുള്ള സംഭവബഹുലമായ ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിട്ടുള്ള കുറ്റാന്വേഷണ പരമ്പരകളുടെ അടിസ്ഥാനത്തിൽ ആലോചിക്കുവാൻ കഴിയുന്നത്. ലോക പോലീസായ ഇന്റർപോളിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന അതിപ്രമാദങ്ങളായ എത്രയോ ആഗോള തലത്തിലുള്ള കേസുകളിൽ അദ്ദേഹം നിർണായക വിജയം കൈവരിച്ചിരിക്കുന്നു. അതെ, വാഷിംഗ്ടൺ ജൂനിയർ ബോണ്ടിന്റെ കൈകളിൽ പൂർണ്ണ സുരക്ഷിതമാണ്. നീരജ തമ്പി ഈ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെ നിലകൊണ്ടു. ഈ നേരം കൊണ്ട് നമിതയും നീരജയും അവളെ തടവിലാക്കിയിരിക്കുന്ന പഴയ റൂമിൽ തന്നെ എത്തപ്പെട്ടിരുന്നു. നീരജ തമ്പി തന്റെ കിടക്കയിൽ കയറി ആശങ്കയാൽ തീപിടിച്ച മനസ്സുമായി പിഞ്ചുമേലിലേക്ക് ചാരി. അവളിപ്പോ ഡേഞ്ചർ ഡെന്നിയുടെ ബന്ദിയാണെങ്കിൽ കൂടി പരിപൂർണ ആരോഗ്യവതിയാണ്. ശിരസിലെ മുറിവുണങ്ങി, ശരീരക്ലേശങ്ങൾ മാറി. ഇപ്പോൾ തലച്ചോറിൽ ഒട്ടേറെ ദുരൂഹതകളുടെയും ഭീതി പടർത്തുന്നതുമായ ഒരുപാട് ആലോചനകളിൽ നിമഗ്നമായി ആകെ അസ്വസ്ഥകരമാണ് ആ മനസ്സ്. ഡേഞ്ചർ ഡെന്നി എന്ന കാബാലിയന്റെ ഈ രഹസ്യ സങ്കേതം എവിടെയാണ്? എന്തിനാണ് പത്രപ്രവർത്തകയായ തന്നെ ഇവിടെ തടവിലാക്കിയിരിക്കുന്നത്? ഡേഞ്ചർ ഡെന്നിയും മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസിയും തമ്മിലുള്ള ശത്രുതയ്ക്കു കാരണം എന്താണ്? ഡേഞ്ചർ ഡെന്നിയുടെയും ചാവേർ പടയാളികളായ ഇവിടുത്തെ കമാൻഡോകളുടെയും മുഖ്യ ലക്ഷ്യമെന്ത്? വാഷിംഗ്ടണിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? തന്റെ അമ്മയും അച്ഛനും സുഹൃത്തുക്കളും പോലീസും ഒക്കെ തന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവില്ലേ? ഇത്തരത്തിലുള്ള ഉത്തരം ലഭിക്കാത്ത നൂറുകണക്കിന് സംശയങ്ങളും ചോദ്യങ്ങളും നീരജ തമ്പിയുടെ ഉൾമനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും മിസൈലുകൾ പോലെ പൊന്തിയുയർന്നു. അവൾ അസ്വസ്ഥത ഉണ്ടായിരുന്നതിലും ഇരട്ടിയായി. ഏയ് നമിത! നീരജ പെട്ടെന്ന് വാതിലിനരികിലെ സ്റ്റൂളിൽ ആയുധധാരിയായിരിക്കുന്ന നമിതയെ നോക്കി മാനസിക വിവശതയോടെ വിളിച്ചു. നമിത ഗൗരവം വിടാതെ അവൾക്ക് നേരെ മുഖം തിരിച്ചു. നമിത, പ്ലീസ് ടെൽ മീ. നമിത, പ്ലീസ്, ഈ സ്ഥലം ഇതെവിടെയാണ്? എന്തിനാണ് നിങ്ങൾ എന്നെ തടവിലാക്കിയിരിക്കുന്നത്? എന്തുദ്ദേശത്തിലാണ് മസ്ത ഹോസ്പിറ്റലിലെ 10,000-ങ്ങളെ കൊല്ലാൻ നിങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്? പറഞ്ഞു നമിത, ഞാൻ നിങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണ്. നീരജ യഥാർത്ഥത്തിൽ യാചിക്കുക തന്നെയായിരുന്നു. നോ മാഡം, കൂടുതൽ ഒന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. ഡോക്ടർ ഡിസൂസയാണ് എന്നെയും എന്റെ ബോസിന്റെയും ഒക്കെ ജീവിത സ്വപ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതെന്ന് മുമ്പ് മാഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറമുള്ള സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ഞാൻ തയ്യാറല്ല. അതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും മേലിൽ ഉണ്ടാവുകയും അരുത്. മൈൻഡ് ഇറ്റ്. നമിതയുടെ അവസാന വാക്കുകളിൽ കടുത്ത താക്കീതിന്റെ ആജ്ഞാസ്വരം നിറഞ്ഞു നിന്നിരുന്നു. ഓ ഷിറ്റ്! നീരജ തമ്പി തലയ്ക്ക് ഭ്രാന്തി പിടിച്ച ഭാവത്തോടെ കിടക്കയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. പിന്നെ തികച്ചും നിസ്സഹായായി കണ്ണടച്ച് ചോലിലേക്ക് തന്നെ ചാരി. തെല്ലു കഴിഞ്ഞ് മുഖമുയർത്തിയപ്പോൾ നമിതയ്ക്ക് പകരം മറ്റൊരു വാതിൽക്കൽ യന്ത്രത്തോക്കും പിടിച്ചു നിൽക്കുന്നു. നീരജ കനത്ത ഹൃദയഭാരത്തോടെ കിടക്കയിലേക്ക് തളർന്നു വീണു. സമയസൂചിക ആർക്കു വേണ്ടി കാത്തു നിൽക്കാതെ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നു. സമയം 6:45 PM. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിനുള്ളിലെ അത്യന്താധുനിക വയർലെസ് കൺട്രോൾ റൂമിൽ ആകാംക്ഷയുടെ മുൾമുനയിലാണ് ഡേഞ്ചർ ഡെന്നി എന്ന കൊടുംഭീകരൻ. കൺട്രോൾ റൂമിൽ അയാളെ കൂടാതെ 2 ജാപ്പാനീസ് യുവതികൾ കൂടിയുണ്ട്. അവരാണ് വയർലെസ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 6:46 എന്ന സമയത്തിലേക്ക് യന്ത്രവൽകൃത ഘടികാര സൂചികൾ നീങ്ങി. അതേസമയം ഡേഞ്ചർ ഡെന്നിയുടെ മുഖം അത്യുത്കണ്ഠയാൽ വല്ലാതെ ചുവന്നു. കഷണ്ടി തലയിൽ പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പ് തുള്ളികൾ കറുത്ത കരിമ്പടക്കോട്ടിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി വീണു. ആശങ്കാഭരിതമായ നിമിഷങ്ങളെ അമ്പരപ്പോടെ അതിജീവിക്കുകയായിരുന്നു അയാൾ. വാഷിംഗ്ടണിൽ ഓപ്പറേഷൻ നമ്പർ 1ന്റെ വിജയം പൂർണ്ണമായി നടപ്പാക്കിയ ശേഷം കമാൻഡോസ് കൺട്രോൾ റൂമിലേക്ക്
തത്സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരം അറിയിക്കേണ്ട സമയം 1 മിനിറ്റ് അതിക്രമിച്ചിരിക്കുന്നു. നിർണായകമായ 1 മിനിറ്റ്. ഡേഞ്ചർ ഡെന്നി എന്ന ആ നിഗൂഢ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിസാര സമയത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അയാൾ കൂട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അതിഭയങ്കര അസ്വസ്ഥതയോടെ ഒരു ചുരുട്ടെടുത്ത് ചുണ്ടുകൾക്കിടയിൽ കത്തിച്ചു വെച്ചു. ഹലോ ഹലോ, ഡേഞ്ചർ ഡേവിൾ സ്പാർക്ക് വയർലെസ് കൺട്രോൾ റൂം. ചീഫ് കമാൻഡോ വിജയ് മൽഹോത്ര പ്ലീസ്. പ്ലീസ് കോൺടാക്ട് ഇമ്മീഡിയറ്റ്ലി ഡേഞ്ചർ ഡേവിൾ സ്പാർക്ക് കൺട്രോൾ റൂം പ്ലീസ്. വയർലെസ് റിസീവറുകളുടെ ഓപ്പറേറ്ററായ 2 യുവതികളും ഓപ്പറേഷന് തിരിച്ച കമാൻഡോകളുടെ മേധാവിയായ മൽഹോത്രയുമായി എങ്ങനെയും ബന്ധപ്പെടുവാൻ ഒരേ സമയം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറുതലയ്ക്കിൽ യാതൊരുവിധ പ്രതികരണവുമില്ല. നേർത്ത ഇരമ്പൽ പോലുള്ള ശബ്ദം മാത്രം. അവർ വീണ്ടും വീണ്ടും സന്ദേശം നൽകിക്കൊണ്ടിരുന്നു. ഡേഞ്ചർ ഡെന്നിയുടെ ചുണ്ടുകൾക്കിടയിൽ ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചുരുട്ടിന്റെ അഗ്നിയാൽ ചുവന്ന തുമ്പത്ത് നിന്ന് ചാരമടർന്ന ഓരോ പീസുകളായി താഴേക്ക് വീണു. യുദ്ധഭൂമിയിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുവാൻ ഓരോ നിമിഷം വൈകുന്തോറും നിയന്ത്രണാതീതമായ പ്രതികാര വേഗത്തിൽ ഡേഞ്ചർ ഡെന്നിയുടെ സിഗരകളിൽ ചൂട് രക്തമിരമ്പി. പെട്ടെന്ന് ബീപി ശബ്ദത്തോടെ കൺട്രോൾ റൂമിലെ സകല സ്പീക്കറുകളും പ്രവർത്തന സജ്ജമായി. ഒന്നിനു പിറകെ ഒന്നൊന്നായി ലൈറ്റുകൾ മിന്നിപ്പൊലിഞ്ഞു. ഏതോ സന്ദേശം വരുന്നതിന്റെ സൂചനയാണിത്. ഓപ്പറേറ്റർമാരുടെയും ഡേഞ്ചർ ഡെന്നിയുടെയും വദനങ്ങളിൽ ജിജ്ഞാസയുടെ മൂർധഭാവം. യെസ് ചീഫ്, യെസ്. ഡേഞ്ചർ ഡേവിൾ സ്പാർക്ക് കൺട്രോൾ റൂം, പ്ലീസ് ടെൽ മീ, പ്ലീസ് ടെൽ മീ ചീഫ് കമാൻഡോ മിസ്റ്റർ വിജയ് മൽഹോത്ര. യുവതികൾ റിസീവറിലൂടെ അങ്ങേ തലക്കിലേക്ക് നിർദ്ദേശം നൽകി. യെസ് മാഡം. ചീഫ് കമാൻഡോ വിജയ് മൽഹോത്ര സ്പീക്കിംഗ്. സ്പീക്കറുകളിൽ നിന്ന് ചീഫ് കമാൻഡോയുടെ പരവേശഭരിതമായ സ്വരമാണ് മുഴങ്ങിയത്. പെട്ടെന്ന് ഡേഞ്ചർ ഡെന്നി ഓപ്പറേറ്റിംഗിലായിരുന്ന ഒരു യുവതിയെ തിടുക്കത്തിൽ വലിച്ചു മാറ്റിയിട്ട് ആ സ്ഥാനത്ത് കയറി അവൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു. കമാൻഡർ ചീഫ് മൽഹോത്ര, ഡേഞ്ചർ ഡെന്നി സ്പീക്കിംഗ്. ഓപ്പറേഷൻ സക്സസ്. ആ ഭീമാകാര മനുഷ്യന്റെ ആകാംക്ഷയുള്ള ചോദ്യം മാത്രം കൊണ്ട് മറുതലക്കിലെത്തി. സോറി ബോസ്, ഓപ്പറേഷൻ ടോട്ടലി ഫെയിൽഡ്. വിജയ് മൽഹോത്രയുടെ ശബ്ദം തീരെ ദുർബലവും പരാജയഭീതിയുടെ വക്കിലുള്ളതുമായിരുന്നു. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് മിസ്റ്റർ മൽഹോത്ര. എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ടെൽ മീ ഡെവിൾ. ഡേഞ്ചർ ഡെന്നി അത് കേട്ട് ഞെട്ടിത്തരിച്ചു. അങ്ങേയറ്റം കോപാകുലനായ അയാളുടെ ചിന്നികളിൽ നീലപഴുതാരയുടെ ആകൃതിയിൽ ഞരമ്പുകൾ പിടഞ്ഞുണർന്നു. അയാളുടെ സപ്തനാടികളെയും പൊള്ളിക്കുന്നതായിരുന്നു ആ വയർലെസ് സന്ദേശം. അടർക്കളത്തിലെ പരാജയം ഡേഞ്ചർ ഡെന്നിയെ മുഴുഭ്രാന്തനാക്കിയിരുന്നു. ബോസ്, ഞങ്ങൾ ഇവിടെ നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ സുരക്ഷിതരായി എത്തി. പക്ഷെ നമ്മുടെ രഹസ്യ നീക്കം മുൻകൂട്ടി അറിഞ്ഞതുപോലെ മസ്താ ഹോസ്പിറ്റലിന് 500 മീറ്റർ ചുറ്റളവ് വരെ ആയിരക്കണക്കിന് പട്ടാളവും പോലീസും സെക്യൂരിറ്റിയായുണ്ട്. ഇരു സേനാ വിഭാഗങ്ങളുടെയും നിയന്ത്രണ ചുമതല ഏറ്റെടുത്ത ഭാവത്തിൽ ആ മനുഷ്യനാണ് ബോസ് ജേതാവായി മുന്നിൽ. ആരാണ് ബാസ്റ്റർഡ്? ഡേഞ്ചർ ഡെന്നിയുടെ പഞ്ചേന്ദ്രിയങ്ങളും അമർഷത്താൽ അഗ്നി നിറയാൻ തുടങ്ങി. ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ട് 007. എങ്ങനെ അറിഞ്ഞു വിജയ് നമ്മുടെ ഈ രഹസ്യ അറ്റാക്കിനെ കുറിച്ച് ബോണ്ട്? ഡേഞ്ചർ ഡെന്നിക്ക് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. അത് നമുക്ക് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബോസ്. ഇനി എന്താണ് വിജയ് നമുക്ക് അവിടെ ഉടനടി ചെയ്യാൻ കഴിയുക? ബോസ്, ഞങ്ങളിപ്പോ മസ്താ ഹോസ്പിറ്റലിന്റെ തെക്ക് ഭാഗത്ത് 600 മീറ്റർ അകലെ ഏതാനും ട്രക്കുകളായി പതുങ്ങി കിടക്കുകയാണ്. മുന്നോട്ടും പിന്നോട്ടും ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ക്രിട്ടിക് സ്റ്റേജിലും. ചുറ്റിനും പട്ടാളവും പോലീസും 100 കണക്കിന് വാഹനങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഫോഴ്സിനെ വകവയ്ക്കാതെ അവർക്കിടയിലേക്ക് ഇരച്ചു കയറി തകർക്കാൻ പറ്റുന്നതൊക്കെ തകർക്കുക, അല്ലെങ്കിൽ എങ്ങനെയും മടങ്ങാൻ ശ്രമിക്കുക. ഈ ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ബോസ്? ഡേഞ്ചർ ഡെന്നിയുടെ ആ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചത് വിജയ് മൽഹോത്രയുടെ തെല്ല് പരിഭ്രമിച്ച മറ്റൊരു ചോദ്യമാണ്. കമാൻഡർ ചീഫ് മിസ്റ്റർ വിജയ് മൽഹോത്ര, പ്ലീസ് കം ബാക്ക്. നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മടങ്ങുക. ഡേഞ്ചർ ഡെന്നി ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം നിർദ്ദേശിച്ചു. യെസ്, ഐ നോ ബോസ്. പക്ഷെ വളരെ വേഗത്തിലൊരു പിൻവാങ്ങൽ ഞങ്ങൾക്ക് അസാധ്യകരമാണ് ബോസ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്നിടത്തേക്ക് 4-5 പട്ടാള വാഹനങ്ങൾ ചേറിപ്പാഞ്ഞു വരുന്നുണ്ട്. മിസ്റ്റർ വിജയ്, ഡേഞ്ചർ ഡെന്നി റിസീവറിലൂടെ അലറി വിളിച്ചു. കത്തിച്ചു കളയൂ എല്ലാറ്റിനെയും. മറുപടിയായി കൺട്രോൾ റൂം സ്പീക്കറുകളിൽ നിന്നും പിന്നെ ഉയർന്നത് യന്ത്രത്തോക്കുകളുടെ ഗർജനവും തുടർച്ചയായ സ്ഫോടനങ്ങളും അതിഭയങ്കരമായ മനുഷ്യ നിലവിളികളും. ഡേഞ്ചർ ഡേവിൾ സ്പാർക്കിന് മേൽ പൂർണ്ണ നിലാവിന്റെ ആഗമനത്തോടുകൂടിയുള്ള മ്ലാനമായ രാത്രി കൃത്യം 11:30. അദൃശ്യ വിലങ്ങിന് അടിമപ്പെട്ട് മ്ലാനം മുഖതയെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഡേഞ്ചർ ഡേവിൾ സ്പാർക്കിന് പിന്നാലെ മൈതാനത്തിൽ
ഓപ്പറേഷൻ നമ്പർ 1 പുറപ്പെട്ട ഹെലികോപ്റ്ററുകളിൽ 10 എണ്ണവും ഒന്നിനു പിന്നാലെ മറ്റൊന്നായി കാതടിപ്പിക്കുന്ന ചിറകടി ശബ്ദത്തോടെ മടങ്ങിയെത്തി. അവയുടെ കൂട്ട പറന്നിറങ്ങലിന്റെ പ്രൊപ്പല്ലർ ധ്വനിയുടെ പ്രകമ്പനത്തിൽപ്പെട്ട് ഡേഞ്ചർ ഡെവിൾ സ്പാർക്ക് തകരുമാർ ഉച്ചത്തിൽ കുഴുങ്ങി വിറച്ചു. നിർണായകരമായ 1 മിനിറ്റ് കഴിഞ്ഞു. വയർലെസ് കൺട്രോൾ റൂമിൽ ഡേഞ്ചർ ഡെന്നിക്ക് മുന്നിൽ ഓപ്പറേഷൻ നമ്പർ 1 കമാൻഡോ ചീഫ് വിജയ് മൽഹോത്ര വിളറിയ മുഖത്തോടെ പ്രത്യക്ഷനായി. ബോസ്, അയാൾ ജാളിത നിറഞ്ഞ അതിലേറെ അടർക്കളത്തിൽ അമ്പെ പരാജയപ്പെട്ടവന്റെ ആത്മകഥയോടെ വിളിച്ചു. ഓപ്പറേഷന് പുറപ്പെട്ട 50 കമാൻഡോകളിൽ എത്ര പേർ ജീവനോടെ മടങ്ങി വന്നു? എത്ര പേർ കൊല്ലപ്പെട്ടു? ഡേഞ്ചർ ഡെന്നി എന്ന ആ ഭീകര മനുഷ്യൻ അഗ്നി സർജിക്കുന്ന നയനങ്ങളോടെ കമാൻഡോ ചീഫിന് ഉറ്റുനോക്കി. വല്ലാത്ത ഖേദമുണ്ട് ബോസ്. നമ്മുടെ 10 കമാൻഡോകൾ പട്ടാളക്കാരുമുണ്ടായ ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞു. ബാക്കി 40 പേരും സുരക്ഷിതരായി മടങ്ങിയെത്തി കഴിഞ്ഞു. ആരെയും ജീവനോടെ കൊണ്ടുപോയിട്ടില്ല, വിജയ് മൽഹോത്ര വെളിപ്പെടുത്തി. എവിടെയാണ് വിജയ് നമുക്ക് പഴിച്ചത്? എങ്ങനെയാണ് നമ്മുടെ അറ്റംപ്റ്റിനെ പറ്റി പോലീസും പട്ടാളത്തിലുമൊക്കെ വളരെ മുമ്പ് സൂചന ലഭിച്ചത്? ചുണ്ടുകൾക്കിടയിലേക്ക് ഒരു ചുരുട്ട് കത്തിച്ച് തിരികിക്കൊണ്ട് ഡേഞ്ചർ ഡെന്നി പതുക്കെ ഇരുന്നിടത്തു നിന്നും എണീറ്റു. ആ ഡിറ്റക്റ്റീവ് ജെയിംസ് റോമിന്റെ നിറഞ്ഞ നേതൃത്വ സാന്നിധ്യത്തിലായിരുന്നു ബോസ് ഇന്ന് മസ്തയിലെ സർവ്വ സുരക്ഷാ ക്രമീകരണങ്ങളും നടന്നത്. മസ്ത ഹോസ്പിറ്റലിന് ചുറ്റിനും അമേരിക്കയിലെ മുഴുവൻ പോലീസ് പട്ടാള വിഭാഗവും അണിനിരുന്നത് പോലെയായിരുന്നു അവിടുത്തെ കരുതലും കാവലും. ചീഫ് വിജയ് മൽഹോത്ര സംഭവം വിവരിച്ചു. ഡേഞ്ചർ ഡെന്നി ഒന്ന് അമർത്തി മൂളി. പിന്നെ തെല്ലുനേരം ചിന്താധീനായി ഭാവിച്ചു. വീണ്ടും വിജയ് മൽഹോത്രയ്ക്ക് നേരെ തിരിഞ്ഞു. മിസ്റ്റർ വിജയ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ ബോണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കിയതിന്റെ കാരണത്തെ പറ്റി താങ്കൾക്കൊന്നും ചിന്തിക്കാനാവുന്നില്ലേ? നിഗൂഢ മനുഷ്യന്റെ സ്വരം തെല്ലു ശാന്തമായിരുന്നു. ഓഫ് കോഴ്സ് ബോസ്, ഞാൻ അതിനെപ്പറ്റി ആഴത്തിൽ തന്നെ ആലോചിച്ചു. മടക്കയാത്രയിൽ തന്നെ അപ്പൊ തോന്നിയത് 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ജൂനിയർ ബോണ്ട് വളരെ ബുദ്ധിമാനും സാഹസികനും ധൈര്യവാനുമാണ്. ഒരുപക്ഷെ അയാളുടെ മുൻകൂട്ടിയുള്ള ഒരു കരുതലായിക്കൂടെ നിലവിൽ അവിടെ കാണപ്പെട്ട സുരക്ഷാ സന്നാഹം. 2, നമ്മുടെ രഹസ്യ നീക്കത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ തന്നെ ഒരു രഹസ്യ ഇൻഫോമർ ഉണ്ടായാലോ? നോ വിജയ്, എങ്ങനെയൊരു സാധ്യതയെ പറ്റി ആലോചിക്കുമ്പോ തന്നെ ഡേഞ്ചർ ഡെന്നിക്ക് അന്തക്ഷോഭം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി. ലുക്ക് വിജയ്, ആരാണ് നമ്മുടെ ഈ സങ്കേതത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കൂറുമാറ്റത്തിന് തയ്യാറാവാൻ സാധ്യതയുള്ളത്? താങ്കളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ചീഫ്, ഈ നിമിഷം എന്റെ മുമ്പിൽ ആ തലച്ചോർ ബുള്ളറ്റുകൾ കൊണ്ട് തുളച്ച് ഉന്മാദ നൃത്തമാടണം എനിക്ക്. ക്യുക്ലി ചീഫ്. ഡേഞ്ചർ ഡെന്നിയിൽ രോക്ഷത്തിന്റെയും പരാജയബോധത്തിന്റെയും കൂടിയുള്ള ഒത്തുചേരൽ അയാളെ മതം പൊട്ടിയ ഗജത്തിന് സമാനമാക്കി. മുന്നിൽ ഒരു മഹാപർവ്വതം പോലും തടസ്സമായി നിന്നാൽ അതിന് വരെ തച്ചു തകർത്താൻ ശക്തിയിലുള്ള ആവേശം. ബോസ്, കൂൾ ഡൗൺ ബോസ്. ഞാൻ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. സംഭവിച്ചത് അങ്ങനെ ആകണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ബോൺ ജൂനിയർ ഡിറ്റക്റ്റീവ് വല്ലാത്തൊരു ബുദ്ധി രാക്ഷസനാണ്. അതീന്ദ്രിയ ജ്ഞാനത്തിൽ വരെ ആ മനുഷ്യൻ വളരെ ബ്രില്യന്റ് ആണ്. സ്റ്റോപ്പ് ഇറ്റ് വിജയ്. കമാൻഡോ ചീഫ് വിജയ് മൽഹോത്രയെ ബാക്കി പൂർത്തിയാക്കുവാൻ അനുവദിച്ചില്ല. ഡേഞ്ചർ ഡെന്നി, ബോണ്ടിന്റെ കഴിവുകളെ പറ്റി നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ മുമ്പിൽ പുലമ്പാതിരിക്കൂ. ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. വിജയ്, അവിടെ ഏത് ഡിറ്റക്റ്റീവും എനിക്ക് വിലങ്ങുതടിയാവില്ല. ശത്രു സംഹാരത്തിനിറങ്ങി യമനാണ് ഞാൻ. മുമ്പിൽ പ്രത്യക്ഷമാകുന്ന എത്ര വലിയ പ്രതിബന്ധങ്ങളെയും എങ്ങനെ നേരിടാമെന്ന് എനിക്കറിയാം മിസ്റ്റർ കമാൻഡോ ചീഫ്. ഡേഞ്ചർ ഡെന്നി അത്യുച്ചത്തിൽ അട്ടഹാസം മുഴക്കി. ഭൂമി നടുങ്ങുമാർ ഉച്ചത്തിൽ ആക്രോശിച്ചു. പിന്നെ കൺട്രോൾ റൂമിൽ നിന്നിറങ്ങി നീണ്ട കോറിഡോറിലൂടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മുറിയുടെ വാതിൽക്കൽ ചെന്നു. ചുവരിലെ ഒരു ചുവന്ന സ്വിച്ചിൽ വിരലമർത്തിയപ്പോൾ അതിന്റെ അതിബലവത്തായ ഇരുമ്പ് വാതിൽ പാളികൾ ഇരുവശത്തേക്കും പതുക്കെ ഒഴുകി മാറി. AC-യുടെ നനത്ത മുരൾച്ചയുള്ള വിശാലമായ റൂമിലെ ഒത്ത മധ്യഭാഗത്തിട്ടിരിക്കുന്ന ഇരട്ടക്കട്ടിലിൽ അതാ അവൾ, സാനിയ ഡിസൂസ, ഡോക്ടർ ഡിസൂസയുടെ സുന്ദരിയായ മകൾ. ഡോക്ടർ ഡിസൂസ എന്ന പിശാച്. ഡേഞ്ചർ ഡെന്നി ഈ രാത്രി നിന്റെ മകളെയും കൊണ്ട് വാഷിംഗ്ടണിലേക്ക് മടങ്ങി വരുന്നു. നീ കാത്തിരിക്ക് നിന്റെ പൊന്നുമോളെ കൺകുളിർക്കെ കാണാൻ. ഡേഞ്ചർ ഡെന്നി ആകെ അവശയായി പരിതാപസ്ഥയിൽ നിസ്സഹായയായി ബെഡിൽ ഓരം ചരിഞ്ഞു കിടക്കുന്ന സാനിയെ നോക്കി അണപ്പല്ലി ഞെരിച്ചു. അയാളുടെ ഉൾമനസ്സിൽ കടുത്ത പകയുടെ തീക്കാറ്റ് കാതടിപ്പിക്കുന്ന ഹുങ്കാരനാദത്തോടെ ആഞ്ഞു വീശാൻ തുടങ്ങി. ഓപ്പറേഷൻ നമ്പർ 2. ഡേഞ്ചർ ഡെന്നിയുടെ കറുത്ത തടിച്ച ചുണ്ടുകൾ മെല്ലെ ചലിച്ചു. അർദ്ധരാത്രി ഡേഞ്ചർ ഡെവിൾസ് പാർക്കിനുള്ളിലെ തടവുമുറിയിൽ ഇതുവരെയും നിലനിന്ന മാനസിക സംഘർഷത്തിനിടയിൽപ്പെട്ട്
ആകെ പരവശയായി ഒടുവിൽ കണ്ണീരോടെ തളർന്ന് ഉറങ്ങാൻ കിടന്നതേയുള്ളൂ നീരജ. പൊടുന്നനവേ ഏയ് മാഡം, കാതിനരികിൽ പതിഞ്ഞ വിളിവച്ച. ഏ നീരജ ഞെട്ടലോടെ ഉണർന്നു. മുറിയിലെ മങ്ങിയ നീല വെളിച്ചത്തിൽ അരികിൽ യന്ത്രത്തോക്കുമായി നമിത. അവൾ മയക്കത്തിനായി കണ്ണുകൾ പൂട്ടും വരെ മറ്റൊരുവളായിരുന്നു കാവലിനായി ഉണ്ടായിരുന്നത്. പിന്നെ എപ്പോ പകരം നമിത എത്തി? നീരജ ഇടം കൈ നീട്ടി ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്തു. മുറിയിൽ വെളിച്ചം പരന്നു. നമിതയുടെ മുഖം വല്ലാതെ മ്ലാനമായിരുന്നു. നീരജ ശ്രദ്ധിച്ചു. മസ്ത ഹോസ്പിറ്റലും അവിടുത്തെ നിരപരാധികളായ 10,000-കണക്കിന് രോഗികളും ഇപ്പോ കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും അല്ലേ നമിത? നീരജ വളരെ ശാന്തഭാവത്തോടെയാണ് തിരക്കിയത്. അവൾ വലിയ ദുരന്തങ്ങളെ മനസ്സുകൊണ്ട് നടുക്കമില്ലാതെ സ്വീകരിക്കുവാൻ പഠിക്കുകയായിരുന്നു. ഇല്ല മാഡം, അവിടെ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ജീവന് പോലും അപകടം സംഭവിച്ചിട്ടില്ല. നമിത നീരജയ്ക്ക് കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പതിയെ പറഞ്ഞു. ഇറ്റ്സ് ട്രൂത്ത് നമിത, സത്യമാണോ ഇത്? നീരജ അമ്പരപ്പിൽ ചാടി എണീറ്റു. യെസ് മാഡം, ഞാൻ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി എന്റെ ബോസിനെ ചതിച്ചു, ഒറ്റുകൊടുത്തു. നമിതയുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ തിളങ്ങി. ശബ്ദം ചിലമ്പിച്ചു. ഓ ഗോഡ്! നീരജ അത് കേട്ട അത്ഭുതത്തിൽ ദൈവത്തെ വിളിച്ചു. എന്താണ്? നിങ്ങളോട് എനിക്ക് തോന്നിയ അടുപ്പം അല്ലെങ്കിൽ വികാരം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാ ഞാനത് ചെയ്തത്. ഒരു കൊടും അപരാധം. എന്റെ മനസാക്ഷിയെ വഞ്ചിച്ചു. പെരുവഴിയിൽ നിന്ന് എന്നെ കോടീശ്വരിയാക്കിയ ബോസിനെ ഞാൻ വഞ്ചിച്ചു. ഐ ആം എ സ്റ്റുപ്പിഡ് ഗേൾ. നമിത എന്ന സ്ത്രീ ചാവേർ പോരാളി ഒരു സാധാരണ കുട്ടിയെ പോലെ തേങ്ങിക്കരഞ്ഞു. നമിത! നീരജയ്ക്ക് അത് കണ്ടു വല്ലാതായി. അവൾ എണീറ്റ് വന്ന് നമിതയുടെ തോളിൽ മെല്ലെ സമാശ്വാസ സ്പർശം പോലെ കൈവച്ചു. ഇവിടുന്ന് ഓപ്പറേഷൻ നമ്പർ 1 എന്ന ആക്രമണത്തിന് കമാൻഡോകൾ ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളുമായി വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടതും ഞാൻ വാഷിംഗ്ടൺ കേസുകളുടെ അന്വേഷണ ചുമതലയുള്ള ബോൺ ഡിറ്റക്റ്റീവ് ഏജൻസി തലവൻ ജെയിംസ് ലോവൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മൊബൈലിലേക്ക് അതിരഹസ്യമായി വിവരമറിയിച്ച് വയർലെസ് മെസ്സേജ് അയച്ചു. നമിത ആ വലിയ സത്യം നീരജയ്ക്ക് മുന്നിൽ നിയന്ത്രണാതീതമായ ദുഃഖത്തോടെ വെളിപ്പെടുത്തി. നീരജ തമ്പി നമിതയെ അവിശ്വസനീയതയോടെ ഉറ്റുനോക്കി. ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ചെല്ലാൻ പോലും ഞങ്ങളുടെ കമാൻഡോകളെ കൊണ്ടായില്ല മാഡം. അത്രയ്ക്ക് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജൂനിയർ ബോണ്ട് മസ്തയിൽ ഒരുക്കിയത്. ഇതിൽ കൂടുതൽ എന്താ മാഡം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വരാജക്കാരി എന്ന നിലയിൽ ചെയ്യേണ്ടത്? ചെൽമി മാഡം, ചെൽമി. നമിത താങ്ങാൻ വയ്യാത്ത കുറ്റബോധത്തിന്റെ തീച്ചൂളയിൽ കത്തിയിരിഞ്ഞു. അവളുടെ ബലിഷ്ഠമായ കരങ്ങൾ തളർന്നു താണ് യന്ത്രത്തോക്ക് തറയിൽ വീണു. നമിത, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. നീരജ തമ്പിയും ദുർബലയായി. അവൾ നമിതയെ തന്റെ ദേഹത്തേക്ക് ചേർത്തണച്ചു നിർത്തി. ഇരുവരും പരസ്പരം ഗാഠമായി ആശ്ലേഷിച്ചു. പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നിരപരാധികളായ 10,000-കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതിന് പ്രതിഫലമായി, അല്ലെങ്കിൽ മനസാക്ഷിയുടെ വിങ്ങൽ തീരാൻ എന്റെ ഒരു ജീവൻ മതിയാകുമെങ്കിൽ ഈ നിമിഷം അതെടുത്തോളൂ നമിത. നിനക്ക് മുന്നിൽ ഞാൻ കൈകെട്ടി സന്തോഷത്തോടെ നിന്ന് തരാം. നീരജയും കരഞ്ഞു. ഇല്ല മാഡം, എനിക്കതിന് കഴിയില്ല. ഇവിടെ തടവുകാരിയായി ആദ്യം കണ്ടപ്പോ മുതൽ മാഡത്തോട് ഉള്ളിൽ തോന്നിയ ഒരു അടുപ്പം അതിപ്പോഴും നെഞ്ചിനുള്ളിൽ ബാക്കി നിൽക്കുക. എന്നാലും ഇനിയൊരു അഭ്യർത്ഥനയുണ്ട്. നമിത വികാര പ്രക്ഷുബ്ധതയിൽ വല്ലാതെ കിതച്ചു. ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്ന 3 ഓപ്പറേഷനുകളിൽ ഒന്നിനെ പരാജയം സംഭവിച്ചിട്ടുള്ളൂ. ഇനി നടക്കാനുള്ള 2ലും ഞങ്ങൾക്ക് വിജയം കൈവരിക്കണം. അതിനിടെ മാഡം ദയവ് ചെയ്ത് എന്നോട് യാതൊരു ഉപാധികളും സംസാരിക്കരുത്, ഇടപെടരുത്. അഭ്യർത്ഥനകളോ ചോദ്യങ്ങളോ പാടില്ല. ഇല്ല നമിത, ഞാൻ ഒന്നും തിരക്കില്ല. നീരജ ഒരു സെക്കൻഡ് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. എന്നാലും ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക് നമിതയോട്. വായ് മാഡം. എന്നെ ഡേഞ്ചർ ഡെവിൾസ് പാർക്കിനുള്ളിലെ മറ്റൊരു കമാൻഡോകളും കൊല്ലെടുത്ത് നിങ്ങളുടെ ബോസ് നിശ്ചയിച്ച സമയം വരുമ്പോ നമിത തന്നെ ആ കൃത്യം ചെയ്താൽ മതി. അതാ എനിക്കിഷ്ടം. ചാവേർ പടയാളികളുടെ വേഷമിട്ടുകൊണ്ട് ഒരു മഹാപുണ്യം ചെയ്ത നമിതയുടെ കൈകൊണ്ട് മരിക്കുന്നത് ജീവിതഭാഗ്യമായിട്ട് തോന്നുക എനിക്കിപ്പോ. നീരജയുടെ ശബ്ദത്തിൽ നമിതയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും വാത്സല്യവും ഉൾപ്പെട്ടിരുന്നു. ഇല്ല മാഡം, മാഡത്തിനെ ഞാൻ എന്റെ ബോസിന് പോലും കൊല്ലാൻ വിട്ടുകൊടുക്കില്ല. മാഡത്തിന് വെച്ച് ബോസിന് എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും മാഡത്തിന് ഒന്നുറപ്പിക്കാം, ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ അമേരിക്ക കത്തിയെരിഞ്ഞ ശേഷമാണെങ്കിൽ കൂടി മാഡത്തിന് ഞാൻ നിങ്ങളുടെ ഗാർഡിയൻസിന്റെ അടുക്കിലെത്തിക്കും. അതുകൊണ്ട് അതിനിടെ ഇവിടുന്ന് യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ശ്രമിച്ച 100% മരണം ഉറപ്പുമാണ്. ജാഗ്രതയോടെ ഇരിക്കുക. നമിത കണ്ണു തുടച്ച് തറയിൽ കിടന്ന സ്റ്റെൻഗൺ എടുത്ത് ഗൗരവത്തിൽ തിരിഞ്ഞു പോകാൻ ഒരുങ്ങി.
തൊട്ടടുത്ത നിമിഷത്തിലാണ് അത് നടന്നത്. റൂം വാതിൽ എങ്ങനെയോ തള്ളിത്തുറന്ന് കമാൻഡോ ചീഫ് മൽഹോത്ര അകത്തേക്ക് ഒരു വ്യാകൃത്തെ പോലെ അലറിക്കൊണ്ട് ചാടി വീണു. നമിതയും നീരജ തമ്പിയും ഒരുപോലെ നടുങ്ങി. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന്റെ സർവാധിപതി ഡേഞ്ചർ ഡെന്നിയുടെ മനസ്സിൽ ഒറ്റുകാർക്ക് സ്ഥാനമില്ല മിസ് നമിത. ദെൻ ഗുഡ് ബൈ മൈ ഫ്രണ്ട്. പറഞ്ഞു തീർന്നതും വിജയ് മൽഹോത്രയുടെ യന്ത്രത്തോക്ക് നമിതയ്ക്ക് നേർക്ക് നിർത്താതെ ഗർജിച്ചു. നമിത ഒന്നുറക്കെ നിലവിളിക്കുക കൂടി ചെയ്യാതെ മുന്നോട്ട് മുട്ടുകുത്തി വീണു നിശ്ചലയായി. നോ! നീരജ തമ്പി സിരകൾ മരവിപ്പിക്കുന്ന ആ ദയനീയ കാഴ്ച കണ്ട് അബോധാവസ്ഥയിൽ പിന്നോട്ട് മറിഞ്ഞു. പുറത്ത് രാത്രിയുടെ ഭീകരാരവം, മനുഷ്യരക്തത്തിന്റെ ഗന്ധമറിഞ്ഞ് ആർത്തിയോടെ പറന്നുയരുന്ന രാക്കഴുകന്മാരുടെ നിർത്താത്ത ചെറുകടി ശബ്ദം. അപ്പലേച്ചിയൻ പർവ്വതനിരകൾ നടുങ്ങി. മസ്ത ഹോസ്പിറ്റലിനെയും അതിനുള്ളിലെ 10,000-കണക്കിന് രോഗികളെയും വളരെ നിഷ്ഠൂരമായി വകവരുത്താനുള്ള ഡേഞ്ചർ ഡെന്നി എന്ന നിഗൂഢ ഭീകരന്റെ ഓപ്പറേഷൻ 1 എന്ന ഭീകരാക്രമണത്തെ അമേരിക്കൻ ബഹുസേന വിഭാഗങ്ങളുടെ പൂർണ്ണ സഹായത്തോടെ നിശേഷം പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതരായി ലോകോത്തര കുറ്റാന്വേഷണ വിദഗ്ധൻ ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി ചീഫ് ജൂനിയർ ബോണ്ട് 007-ഉം സഹപ്രവർത്തകരായ മെർലിനും കിഷോർ കുമാറും ഹോട്ടൽ മുറിയിൽ മടങ്ങിയെത്തുമ്പോ രാത്രി 12 മണി കഴിഞ്ഞു. റൂമിലെത്തിയ പാടെ അവർ മൂവരും തിടുക്കത്തിൽ കുളിച്ച് ഫ്രഷായി ഭക്ഷണം എത്തിച്ച് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് കഴിച്ചു. അതിനുശേഷമാണ് അവരൊന്ന് സംസാരിച്ചു തുടങ്ങിയത്. ബോസിന്റെ മൊബൈലിലേക്ക് ഡേഞ്ചർ ഡെന്നിയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള അനോണിമസ് കോൾ വരാതിരുന്നെങ്കിൽ ഇപ്പോൾ എന്താകുമായിരുന്നു ഈ വാഷിംഗ്ടണിലെ അവസ്ഥ? മെർലിനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഓഫ് കോഴ്സ് മെർലിൻ, നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം. ചിലപ്പോ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് പരിസരം പോലും. ജെയിംസ് ലോവൻ ദീർഘനിശ്വാസം മുതിർത്തു. ആരായിരിക്കാം ബോസ്? സുപ്രധാനമായിരിക്കുന്ന അനോണിമസ് കോളിന് പിന്നിലെ സ്ത്രീ? കിഷോർ ചിന്തിച്ചത് ആ ഫോൺ സന്ദേശത്തെ പറ്റി തന്നെയായിരുന്നു. സ്ത്രീ ആരുമാകട്ടെ ക്യാപ്റ്റൻ, എന്തായാലും അവൾ നമ്മളെ സഹായിച്ചു. അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. നമുക്കിപ്പോ കണ്ടെത്തേണ്ടത് പ്രധാനമായ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്, ബോസ് പറഞ്ഞു. മെർലിനും ക്യാപ്റ്റനും അദ്ദേഹത്തെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. 1, ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരനും ഡോക്ടർ ഡിസൂസയും തമ്മിൽ എന്തോ കടുത്ത പകയുണ്ട്. എങ്കിൽ അതിന് കാരണം എന്താണ്? 2, ആരാണ് ഈ ഡേഞ്ചർ ഡെന്നി എന്ന ക്രിമിനൽ? ഇവയ്ക്ക് ഉത്തരം ലഭിച്ചാൽ നമുക്ക് തുടരന്വേഷണങ്ങൾക്ക് ഒരു തുമ്പ് കിട്ടാനിടയുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ, ബോസ് വ്യക്തമാക്കി. ഇതിന് 2നും ഉത്തരം ഡോക്ടർ ഡിസോസിക്ക് അറിയാമായിരിക്കില്ലേ ബോസ്? അയാൾ അറിയാതെ അയാൾക്കൊരു ശത്രു ഉണ്ടാകാൻ ഇടയില്ലല്ലോ, ക്യാപ്റ്റൻ തന്റെ അഭിപ്രായം പറഞ്ഞു. യെസ്, ഈ ഒരു ഉദ്ദേശത്തിലാണ് മസ്തയിൽ നിന്നും അപ്പൊ തന്നെ ഡോക്ടർ ഡിസൂസയെ പോലീസ് സെക്യൂരിറ്റിയിൽ വീട്ടിലേക്ക് തന്നെ മാറ്റാൻ സജഷൻ നൽകിയത്. കാരണം വേണ്ടി വന്ന ഒരു ചോദ്യം ചെയ്യലിന് ഹോസ്പിറ്റലിനേക്കാളും ഉത്തമം വീടാണെന്ന് എനിക്ക് തോന്നിയിരുന്നു, ജെയിംസ് ലോവൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബോസ്, നമ്മുടെ നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്താണ്? ക്യാപ്റ്റൻ ജിജ്ഞാസാഭരിതനായി. അതെ ക്യാപ്റ്റൻ, ഇനി നമുക്ക് ഒരു സെക്കൻഡ് പോലും പാഴാക്കാനില്ല. ഈ രാത്രി വരെ നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് എന്റെ അന്തരാത്മാവ് പറയുന്നു. ബോസ് പറഞ്ഞു വരുന്നത്? മെർലിൻ മേലധികാരിയെ നോക്കി. നമുക്ക് ഈ രാത്രി തന്നെ ഡോക്ടർ ഡിസൂസയെ ചോദ്യം ചെയ്യണം. ശത്രുവിനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും എത്രയും വേഗത്തിൽ കളക്ട് ചെയ്തേ മതിയാവൂ. ചീഫ് ജെയിംസ് ലോവൻ തിരക്കിട്ടെണീറ്റു. പോക്കറ്റിൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിലെ ഉറ്റ സുഹൃത്ത് സമ്മാനിച്ച അത്യാധുനിക പിസ്റ്റൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ക്യാപ്റ്റനും മെർലിനും റെഡിയായി. വൈകിയില്ല. ജൂനിയർ ബോണ്ട് 007ന്റെ കറുത്ത വാൻ കനത്ത ഇരുട്ടിനെ കീറി മുറിച്ച് സാനിയ ഭവനിലേക്ക് ചീറിപ്പാഞ്ഞു. അർദ്ധരാത്രി 1 മണിയോടടുത്ത നേരം സാനിയ ഭവനിലെ ശീതീകരിച്ച ബെഡ്റൂമിൽ അത്യന്തം ചിന്താകുലനും അതിലേറെ ഉത്കണ്ഠയോടെ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു ഡോക്ടർ ഡിസൂസ. ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ട് 007ഉം സംഘവും തക്ക സമയത്ത് പോലീസ് പട്ടാള സേനാ വിഭാഗങ്ങളൊക്കെ കൂട്ടി ഞൊടിയുടെ നേരം കൊണ്ട് വമ്പിച്ചൊരു സുരക്ഷാ ക്രമീകരണ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ താനും തന്റെ ഹോസ്പിറ്റലും ഒന്നും ബാക്കി വെക്കില്ലായിരുന്നു ആ ഡെവിൾ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ മൈ ഗോഡ്, അതേപറ്റി ആലോചിച്ചപ്പോൾ തന്നെ ഡിസൂസിക്ക് തല പെരുത്തു കയറി. തന്റെ മകളെയും ഭാര്യയെയും ആ കശ്മല നിഷ്കരണം ഇല്ലാതാക്കി. എന്നിട്ടും താൻ പിടിച്ചു നിൽക്കുന്നത് ഹോസ്പിറ്റലിലുള്ള തന്റെ ഭാരിച്ച സ്വത്തുക്കളെ ഓർത്ത് സമാധാനിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ആ നായന്റെ മോനെ അറിയില്ലല്ലോ ഡോക്ടർ ഡിസൂസയ്ക്ക് പണത്തിന് മുന്നിൽ നഷ്ടപ്പെട്ട ഭാര്യയും മകളും ഒന്നുമല്ലെന്ന്. പണമുണ്ടെങ്കിൽ ഡിസൂസയ്ക്ക് മറ്റൊന്നും പ്രശ്നമല്ല. നഷ്ടപ്പെട്ടതൊക്കെ മണ്ണൊണ്ടിഞ്ഞു തൊലയട്ടെ. ഡോക്ടർ ഡിസൂസ അസ്വസ്ഥ ചിന്തകളാൽ നാമാവശേഷമായ തന്റെ മനസ്സിനെ എന്തിനേയും സധൈര്യം നേരിടാനുള്ള കരുത്താർജിക്കുന്നതിലേക്ക് വഴിതിരിച്ചു വിട്ടു. അതെ മിസ്റ്റർ നാരായണൻ, ഏറിയാൽ 4 ദിവസം. അതിനുള്ളിൽ ഡോക്ടർ ഡിസൂസ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായ വിമുക്തി നേടും. പിന്നെ തനിക്ക് ആയുസ് ദൈർഘ്യമില്ല.
ഡോക്ടർ ഡിസൂസയുടെ കരുത്തമാരായ നേപ്പാളീസ് ഭടന്മാർ നിന്റെ തല വാഷിംഗ്ടണിലെ റൂട്ടിലിട്ട് ഉരുട്ടിക്കളിക്കും. അതുവരെ ഞാൻ സ്വയം ഒരു അണുബോംബായി നിന്നെ ജാഗ്രതയോടെ കാത്തിരിക്കും. അരികിൽ വന്നാൽ പിന്നെ നീയുമില്ല, ഞാനുമില്ല. അതിലും ഭേദം ജീവനിൽ ആശയമുണ്ടെങ്കിൽ ഉള്ളിലെ പകയുടെ കനലുകൾക്ക് മീതെ പനിനീരൊഴിച്ച് നിനക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാം. ഇത് അമേരിക്കയാണ്. ഡോക്ടർ ഡിസൂസയുടെ ഉൾമനസ്സിനുള്ളിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറിഞ്ഞു. ചിലവ ധൈര്യപ്പെടുത്തുന്നവ, മറ്റു ചിലത് അധൈര്യപ്പെടുത്തുന്നവ. പെട്ടെന്ന് തും കഥയിൽ ആരോ മുട്ടുന്ന ശബ്ദം. റൂമിൽ ഡോക്ടറുടെ പരിചരണത്തിനുണ്ടായിരുന്ന വെള്ളക്കാരി നഴ്സ് വാതിലിലേക്കും പിന്നെ ഡിസൂസയുടെ നേരെയും ശ്രദ്ധിച്ചു. ഡിസൂസ അവളോട് വാതിൽ തുറക്കുവാൻ ആംഗ്യ അനുവാദം നൽകി. കിടന്ന കിടപ്പിൽ തന്നെ തലയിണക്കിടയിൽ നിന്ന് പിസ്റ്റൾ എടുത്ത് ഇടുപ്പിൽ തിരുകി. നഴ്സ് ആകാംക്ഷയോടെ വാതിൽ തുറന്നു. വാതിൽ കിടന്ന 5 അടിയിൽ താഴെ ഉയരമുള്ള കറുത്തിരണ്ട നീലക്കോട്ടും സ്യൂട്ടും ധരിച്ച ആ 50-കാരൻ കുള്ളൻ കമൽനാഥ്, ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമയും ഡോക്ടർ ഡിസൂസയുടെ രഹസ്യ സുഹൃത്തുമായ കമൽനാഥ്. ഓ കമൽ ചങ്ങാതി, നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് കയറി? താഴെ പോലീസില്ലേ? ഡോക്ടർ ഡിസൂസ അമ്പരപ്പിൽ അന്വേഷിച്ചു. പ്രതിസന്ധികളെ നിഷ്പ്രയാസം നേരിടുന്നവനാണ് കമൽ എന്ന് താങ്കൾക്ക് അറിയാമായിരുന്നത് കൂടി ഇത്തരത്തിലൊരു അത്ഭുതത്തിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലായിരുന്നു ഡോക്ടർ. കമൽ നിഗൂഢമായ ചിരിയോടെ മൊഴിഞ്ഞു. ഇറ്റ്സ് ഓക്കെ ഓക്കെ മിസ്റ്റർ കമൽ. ഡോക്ടർ ബെഡിൽ അനായാസം എണീറ്റിരുന്നു. കമൽനാഥ് ആ സന്ദർഭത്തിൽ ഡോക്ടർ ഡിസൂസയുടെ ഇടങ്ങളിലേക്ക് മാത്രമായി ഒന്ന് തറപ്പിച്ചു നോക്കി. നോട്ടത്തിന്റെ ആദരാർത്ഥം വ്യക്തമായതും ഡോക്ടർ ഡിസൂസ തന്റെ പരിചരണത്തിനായി മുറിയിലുണ്ടായിരുന്ന വെള്ളക്കാരി നഴ്സിനോട് ദയവായി പുറത്തു പോകുന്നതിന് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ വല്ലാതെ കുഴപ്പത്തിലാവുകയാണ് ഡോക്ടർ. യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ അവൻ നമ്മുടെ ശവക്കുഴി ഒരുക്കും സുഹൃത്തെ. നഴ്സ് അപ്രത്യക്ഷയായതും കമൽനാഥ് അപകടകരമായ ആ നഗ്ന സത്യം വെളിപ്പെടുത്തി. ഐ നോ മിസ്റ്റർ കമൽനാഥ്, അവനിപ്പോ പഴയ ആളല്ല. എന്റെ മകളെ അവൻ വളരെ തന്ത്രപരമായി കിഡ്നാപ്പ് ചെയ്തു, ഭാര്യയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ഇന്നവൻ ഹോസ്പിറ്റൽ തകർക്കാൻ പദ്ധതിയിട്ടു. ഡോക്ടർ ഡിസൂസ സഹിക്കാൻ വയ്യാത്ത ആത്മരോക്ഷത്തോടെ പറഞ്ഞു. അതെ ഡോക്ടർ, നമ്മളോടുള്ള പ്രതികാര ചിന്തയാൽ ആ ബാസ്റ്റഡിന് ഭ്രാന്ത് കയറിയിരിക്കുകയാണ്. തടസ്സമായി മുന്നിൽ വന്നവരെയൊക്കെ അവൻ കൊന്നു തള്ളിക്കഴിഞ്ഞു. ഇനി നമ്മൾ 3 പേർ അവശേഷിക്കുന്നു. കമൽനാഥിന് ഉത്കണ്ഠയേറി വന്നു. ചങ്ങാതി കമൽ, ഇനി ചെയ്ത അപരാധങ്ങളെ ഓർത്ത് ദുഃഖിക്കാനോ പുനർചിന്തനത്തിനോ തീരെ സമയമില്ല. ഏത് ഹീനമാർഗത്തിലൂടെയും ശത്രുവിനെ അമർച്ച ചെയ്യുക, അതായിരിക്കണം നമ്മുടെ ഏക ലക്ഷ്യം. നടന്നതൊക്കെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോ അവൻ അത്ര നിസ്സാരക്കാരനായിട്ടല്ല ഇവിടെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ സംഭവം തന്നെ എടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം അവന് ശക്തമായ ആയുധ സംഭരണമുള്ള സേന തന്നെയുണ്ടെന്നാണ് കമൽനാഥ് വ്യക്തമാക്കി. ഡോക്ടർ നിരുത്തി മൂളി. പിന്നെ പറഞ്ഞു, ആ ഡിറ്റക്റ്റീവ് ജെയിംസ് ലോവിനും സംഘവും ഇന്ന് നമ്മളെ ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നത് പച്ചയായ സത്യം. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന നിമിഷം അയാൾ തന്നെ നമുക്ക് തൂക്കുമരം ഒരുക്കും കമൽ. ശരിയാണ് ചങ്ങാതി. പക്ഷെ നിലവിൽ ഡോക്ടർ നാരായണനും നമ്മളും തമ്മിലുള്ള വലിയ വഞ്ചനയുടെ രഹസ്യങ്ങളൊന്നും അങ്ങേർക്കറിയില്ല. അതറിയാതെ തന്നെ ഡോക്ടർ നാരായണൻ ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും. ലോകം ഒരിക്കലും നമ്മൾ കൂട്ടായി ചെയ്ത രാജ്യദ്രോഹം അറിയില്ല. മറിച്ച് നമ്മളിൽ 3 പേരിൽ നിന്നോ നാരായണനിൽ നിന്നോ ഈ അന്താരാഷ്ട്ര രഹസ്യം പുറത്തായാൽ നമ്മൾ മൂവരെയും ഇവിടുത്തെ ജനം തൂക്കിലേറ്റും. ഡിസൂസയുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് കമൽ പറഞ്ഞു. ഡോക്ടർ ഡിസൂസ അസ്വസ്ഥ ചിത്തത്തിനുടമയായി. പക്ഷെ എല്ലാറ്റിനും മുമ്പ് നമുക്ക് ഡോക്ടർ നാരായണനെ കൊന്ന് കടലിൽ തള്ളണം, കമൽനാഥ് കൂട്ടിച്ചേർത്തു. എന്തിനും സൂക്ഷിക്കണം കമൽ. മറഞ്ഞിരിക്കുന്ന ശത്രുവിന് ആർക്കു നേരെയും വെടിയുതിർക്കാം. നമ്മൾ അങ്ങനെയല്ല വെളിച്ചത്ത് ജീവിക്കുന്നവർ. താങ്കളുടെ നിഗൂഢ ശ്മശാനത്തിൽ നിന്നും ആ പത്രപ്രവർത്തകരുടെ ഡെഡ് ബോഡി കല്ലറ പൊട്ടിച്ചു കൊണ്ടുപോയവനാണ് ഡോക്ടർ നാരായണൻ. ഏതൊരു നിമിഷവും നമ്മുടെ വീടിന്റെ തറ തുറന്ന് വേണമെങ്കിൽ പോലും അവൻ അകത്ത് വരും. അത് ഓർത്തിരിക്കണം കമൽ. ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. ഉവ്വ് ചങ്ങാതി, ഇനിയുള്ള എന്റെ ഓരോ ചുവടുവെപ്പും കരുതലോടെ തന്നെയായിരിക്കും. കമൽനാഥ് പോകാനായി എണീറ്റു. ശരി സുഹൃത്തെ, താങ്കൾക്കൊരു സമാധാനത്തിന്റെ സുന്ദര രാത്രി ആശംസിക്കുന്നു. കമൽ ഇത്ര കൂടി മൊഴിഞ്ഞു. ഞാനും താങ്കൾക്ക് അത് തന്നെ സംഭവിക്കട്ടെ എന്ന് കാംക്ഷിക്കുന്നു. ഡോക്ടറും പ്രതിവചിക്കുന്നു. അതെ കമൽ, ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച. അത് അങ്ങനെ തന്നെ ആവണം കമൽ, അല്ലെങ്കിൽ താങ്കൾ എന്നെ അപകടത്തിലാക്കും. ഡോക്ടർ നാരായണനുമായുള്ള അന്താരാഷ്ട്ര വഞ്ചന രഹസ്യം അറിയാവുന്നവരിൽ ഇനി വെറും 3 പേർ ശേഷിക്കുന്നു. ഇവരിൽ 2 പേർ തീർന്നാൽ പിന്നെ സമ്പന്നതയുടെ ഈ അമേരിക്കയിൽ
മൂന്നാമനായ ഡോക്ടർ ഡിസൂസ എതിരാളികളില്ലാത്ത പോരാളിയായി വിജയങ്ങൾ ആഘോഷിക്കും. യെസ് കമൽ, താങ്കൾക്ക് ഒരു ചങ്ങാതി എന്ന നിലയിൽ യാത്രാമംഗളങ്ങൾ നേരുന്നു. കമൽനാഥ് വാതിൽ കടന്നു പോയതും ഡോക്ടർ ഡിസൂസയുടെ ഉള്ളിലെ ചതിയൻ ചെന്നായി ചോര തുണയാനുള്ള നാവു നീട്ടി ഉണർന്നു. അയാൾ എണീറ്റ് ലാൻഡ് ഫോണിനരികിലേക്ക് നീങ്ങി. ഇതേ സമയം സാനിയ ഭവന് മുന്നിൽ പടിഞ്ഞാറ് ഭാഗത്ത് 50 മീറ്ററോളം അകലത്തായി ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ട് 007 വാൻ പതുക്കെ ന്യൂട്രൽ ഗിയറിൽ വന്നു നിന്നു. സാനിയ ഭവന് മുന്നിൽ മുളവടിയും കത്തിയുമേന്തിയ നേപ്പാളി ഗൂർഖയെ കൂടാതെ ഡോക്ടർ ഡിസൂസയുടെ ജീവന് ഭീഷണിയുള്ളതിനാൽ ജെയിംസ് ലോവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയുധധാരികളായ 4-5 പോലീസുകാരെ നൈറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർ 5 പേരും ഗേറ്റിനരികിൽ കൂർഗ ഇട്ടുകൊടുത്ത 5 ഇരിപ്പിടങ്ങളായി തോക്ക് താഴ്ത്തി ഉറക്കച്ചടവോടെ അലസഭാവത്തിലിരിക്കുന്നത് ജെയിംസ് ലോവൻ വണ്ടിയിലിരുന്നു കൊണ്ട് സഹപ്രവർത്തകരായ ഡിറ്റക്റ്റീവ് മെർലിനെയും കിഷോറിനെയും കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് അതാ തെല്ലി ഇരുട്ട് കനത്ത് കിടക്കുന്ന സാനിയ ഭവന്റെ കിഴക്ക് ഭാഗത്തെ അരമതിലൂടെ ഒരാൾ രൂപം വളരെ നിഷ്പ്രയാസം കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് നേർത്ത നിലാവുള്ള റോഡിലേക്ക് എടുത്തു ചാടുന്നു. കിഷോർ, അതാര് തന്നെയായാലും നമുക്ക് വേണം അയാളെ. കമോൺ ക്യൂക്ക്. ഡിറ്റക്റ്റീവ് ചീഫ് ജൂനിയർ ബോണ്ട് 007 വാനിന്റെ ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന കിഷോറിനെ നോക്കി തിടുക്കപ്പെട്ടു. മർലിന്റെയും മുഖം ജിജ്ഞാസാഭരിതമായി. ചീഫിന്റെ സംജ്ഞ ലഭിച്ചതും കിഷോർ ഒറ്റ സെക്കൻഡ് കൊണ്ട് വാൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പായിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ അതിലും വേഗത്തിൽ മതിൽ ചാടിയ വ്യക്തി റോഡിനോരത്ത് നിർത്തിയിട്ടിരുന്ന തന്റെ ഓപ്പൽ കാറിൽ കയറി. വാൻ ഓപ്പലിന് തൊട്ടടുത്തെത്താൻ കേവലം 20 മീറ്ററോളം ബാക്കി നിൽക്കെ ഓപ്പൽ കാർ വല്ലാത്തൊരു കുതിപ്പിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞുപോയി. ക്യാപ്റ്റൻ, ക്വിക്ക്, ഫാസ്റ്റ് ക്യാപ്റ്റൻ, ഫാസ്റ്റ്! ചീഫ് അതീവ ജാഗ്രതയോടെ നിർദ്ദേശം നൽകി. ക്യാപ്റ്റൻ കിഷോർ കുമാർ ആക്സിലേറ്റർ താഴ്ത്തി വാൻ പറത്തി. സ്പീഡോമീറ്ററിലെ ചുവന്ന സൂചി 180-ൽ നിന്നും കയറി. ഓപ്പലും അസ്ത്രവേഗത്തിൽ പായുകയായിരുന്നു. 2 മിനിറ്റ് നേരത്തെ മത്സരയോട്ടത്തിനൊടുവിൽ വാൻ ഓപ്പലിന്റെ ഏതാണ്ട് 20 മീറ്ററോളം അടുത്തെത്തി. ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ്. പെട്ടെന്ന് മെർലിൻ ഓപ്പൽ കാറിന്റെ പിൻഗ്ലാസിലെ വെളുത്ത സ്റ്റിക്കറിലെ എഴുത്ത് വായിച്ചു. ബോസ്, അത് ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ള കാറാണല്ലോ. മെർലിൻ അമ്പരപ്പോടെ ചീഫിനോട് മൊഴിഞ്ഞു. അതെ മെർലിൻ, അതിനുള്ളിൽ നമ്മൾ സംശയിക്കുന്ന അതേ വ്യക്തി തന്നെ, മിസ്റ്റർ കമൽനാഥ്. ജെയിംസ് ലോവൻ മുന്നിൽ മത്സരിച്ച് പായുന്ന ഓപ്പലിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ പ്രതിവചിച്ചു. അപ്പോ നമ്മുടെ ഊഹം നേരായ വഴിക്ക് എത്തിച്ചേരുകയാണോ ബോസ്? കമൽനാഥും ഡോക്ടർ ഡിസൂസയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യ ബന്ധങ്ങളുണ്ടെന്ന് തോന്നുന്നുവല്ലോ. ഈ വിധത്തിൽ ചിന്തിക്കുമ്പോൾ അന്ന് ഹോട്ടൽ മുറിയിൽ ഗണ്ണുമായി വന്ന ആ ആമോസ് എന്ന നേപ്പാളിയെ ഈ കമൽനാഥ് തന്നെ ഡോക്ടർ ഡിസൂസയുടെ സുരക്ഷിതത്വത്തിനായി നിയോഗിച്ചതായി കൂടെ? മെർലിൻ തന്റെ മനസ്സിലെ സംശയം വെളിപ്പെടുത്തി. ചിലപ്പോ കമൽനാഥ് ഡിസൂസയുടെ ശത്രു ആയിക്കൂടെ? ആ കാറ്റഗറിയിലാണ് അയാൾ ഉൾപ്പെടുന്നതെങ്കിൽ ഡോക്ടർ ഡിസൂസയെ വകവരുത്താൻ കമൽനാഥ് ഏർപ്പെടുത്തിയ കൊലയാളി ആയിരിക്കില്ലേ കൊല്ലപ്പെട്ട ആമോസ്? ചീഫ് ശ്രദ്ധ തിരിക്കാതെ മെർലിന് നേരെ മറുചോദ്യം പറഞ്ഞു. അങ്ങനെയും സംഭവിക്കാമല്ലോ ബോസ്. മെർലിൻ സമ്മതിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിൽ കമൽനാഥ് തന്നെയാണോ ബോസിനെ കൊല്ലാനും ആമോസിനെ അയച്ചത്? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ രണ്ടിലേതാണ് ശരിയെന്ന് 20 മിനിറ്റ് കഴിയുമ്പോ ഞാൻ പറയാം മെർലിൻ. അതിനുള്ളിൽ കാറിനുള്ളിലെ കമൽ എന്ന മതിൽച്ചാട്ടക്കാരൻ നമ്മുടെ കസ്റ്റഡിയിലായിരിക്കും, ജെയിംസ് ലോവൻ പ്രഖ്യാപനം പോലെ പറഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.